എഫെസ് ലേഖനം 6-ാം അധ്യായത്തിന്റെ 14 തുടങ്ങിയിട്ട് 20 വാക്യം വായിക്കും. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷമുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവജനവും എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഞാൻ ചങ്ങലയിട്ട് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കാൻ ലാസ്റ്റ് പറയുന്ന വാക്യം, പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്ന വാക്യാണ്. എന്താണ്? ആമേൻ. ചങ്ങലയിലായിരിക്കുന്നു എങ്കിലും ഹല്ലേലൂയ. എന്താ പറയണേ? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. ഞാൻ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കണം പറയുന്നത്. നമ്മുടെയൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ എങ്ങനെയാ? ഹല്ലേലൂയ. ഇവിടെ കിടക്കുന്നത് ചങ്ങലയിലാണ്, കാരാഗ്രഹത്തിലാണ്. പക്ഷെ എന്നിരുന്നാലും വായി തുറക്കുമ്പം വീണ്ടും പോലെ സംസാരിക്കുന്ന വചനം ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ്. എന്തായിരിക്കും നമ്മുടെ പ്രാർത്ഥനാ വിഷയം? എത്രയും പെട്ടെന്ന് ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അറ്റ്ലീസ്റ്റ് ചങ്ങല ഒന്ന് അഴിച്ചു മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഹാലയിലെ സ്വാതന്ത്ര്യം ലഭിക്കേണ്ട പ്രാർത്ഥന. ഇങ്ങനെയൊക്കെ പല പ്രാർത്ഥനാ വിഷയമൊക്കെ നമുക്ക് വരുന്ന അല്ലല്ലേ. പക്ഷെ പൗലോസ് അവിടെ കിടന്നുകൊണ്ട് പറയുകയാണ്, ചങ്ങല അയക്കുന്ന കുഴപ്പമൊന്നുമില്ല, അതവിടെ കിടന്നോട്ടെ. പക്ഷേല് ഹാലയില് നിങ്ങൾ എന്തിനു വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ ഞാൻ വായ തുറക്കുമ്പോൾ വചനം ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കും. വേണ്ടും പോലെ സംസാരിക്കാൻ, അത് പ്രാഗൽഭ്യത്തോടെ സംസാരിക്കാൻ വചനം ലഭിക്കണം. വചനം സംസാരിക്കുന്നത് ഹാലയിലിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതും വളരെ ശ്രദ്ധയോടുകൂടി വളരെ ഹാലയിലിയ ആലോചിച്ച് വളരെ പരിജ്ഞാനത്തോട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വായി വരുന്നത് വിളിച്ച് പറയാനുള്ള സ്ഥലമല്ല. ഹല്ലേലൂയ. കാരണം ഇത് അനേകർ കേൾക്കും. കേൾക്കുന്നവർക്ക് അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? അവർക്കൊരു മാനസാന്തരം ഉണ്ടാകണം, ബുദ്ധിപദേശം ഉണ്ടാകണം, അവർക്കൊരു ആമേൻ ഒരു ഹൃദയത്തിൽ വചനം അവരെ രൂപാന്തരപ്പെടുത്തണം. വചനം കേട്ടിട്ട് ഒരു മനുഷ്യനൊരു മാറ്റം വരുന്നില്ല എങ്കിൽ കേൾക്കുന്ന വചനത്തെ അത് ഒന്നുകൂടെ പരിശോധിച്ച് നോക്കണം നമ്മൾ. ആദ്യം തുടങ്ങും നമ്മൾ 14-ാം വാക്യം തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ പറയുന്നത് ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കേൾക്കുന്നത് സത്യമാകുന്ന വചനം, അത് നമുക്കൊരു ബെൽറ്റായിട്ട് നമ്മുടെ ജീവിതത്തിൽ അതുപോലെ കൂടെ പിടിക്കണമെങ്കിൽ എന്താ പറയാ, നമ്മുടെ നടപ്പ് കേൾക്കുന്ന വചനം നമ്മളെ മാറ്റണം. ഹല്ലേലൂയ. നമുക്ക് കിട്ടുന്ന ഉപദേശം ഹല്ലേലൂയ നമ്മുടെ നടപ്പിനെ മാറ്റി ഹല്ലേലൂയ അത് ദൈവഹിതപ്രകാരം നടക്കാൻ നമ്മളെ ശീലിപ്പിക്കും. അപ്പൊ അങ്ങനെ നടക്കാനായിട്ട് നമ്മൾ ദൈവഹിതപ്രകാരമായി തീരുന്നില്ല എങ്കിൽ എല്ലാ ദിവസവും വചനം കേട്ടിട്ട് ഒരു പ്രയോജനവുമില്ല. നമ്മൾ പണ്ട് നടന്ന വഴിയിലൂടെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നതെങ്കിൽ, പണ്ട് ചിന്തിച്ചതുപോലെയാണ് ഇപ്പോഴും ചിന്തിക്കുന്നതെങ്കിൽ, പണ്ട് എങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ആയിരിക്കുന്നതെങ്കിൽ നമ്മൾ കേൾക്കുന്ന വചനം നമുക്ക് ഉപകാരമാകുന്നില്ല. നമ്മുടെ നടപ്പിനെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വചനത്തെക്കുറിച്ച് പറഞ്ഞു. നടപ്പിനെ ക്രമീകരിക്കാൻ കഴിഞ്ഞ് ദൈവഹിതപ്രകാരം നമ്മൾ നടക്കാനായിട്ട് അത് പ്രേരിപ്പിക്കണം. നമ്മള് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ എങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നടക്കാൻ പഠിക്കണം. ദൈവത്തിന്റെ വെളിച്ചത്തിൽ നടക്കാൻ പഠിക്കണം. ദൈവഹിതം തിരിച്ചറിഞ്ഞ് നടക്കാൻ പഠിക്കണം. ഈ 3 കാര്യങ്ങൾ നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ ഉണ്ടാകണം. അതുകൊണ്ടാ പറയുന്നത് വചനത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ. വചനം സംസാരിക്കുമ്പോൾ അത് പ്രാഗൽഭ്യത്തോടെ കൂടി അല്ലെങ്കിൽ സത്യസന്ധമായി മനുഷ്യർക്ക് ഉപകാരമാകുന്ന രീതിയിൽ സംസാരിക്കേണ്ടതാകുന്ന, അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന പൗലോസ് പറയുന്നത്. 1 പീറ്ററിന്റെ പത്രോസിന്റെ ലേഖനം 1 പീറ്റർ 1:13-17 ഒന്ന് വായിക്കാവോ? 1 പത്രോസ് 1:13-17.
ആകയാൽ നിങ്ങളുടെ മുഖ മനസ്സുറപ്പ് 1 പത്രോസ് 1:17 മുതലല്ലേ? 13 തുടങ്ങി 17 വരെ. ഓക്കെ. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കോണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. ആമേൻ. സ്തോത്രം. ഹാല ഇവിടെ പറയുന്നത് ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിൽ നിർമ്മതര യേശുക്രിസ്തു പ്രത്യക്ഷ നിങ്ങൾക്ക് ഒരുപാട് കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുന്നു. ഹാലേലി. അപ്പൊ നമ്മള് ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഹാലേലി പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുക. നമുക്ക് പ്രത്യാശ ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരുക്കം ഉണ്ടാകും, അല്ലേ? കർത്താവിന്റെ ഇപ്പോഴും യുദ്ധമൊക്കെ തുടങ്ങുമല്ലോ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളതാ. അല്ലെങ്കിൽ ചിലരൊക്കെ പ്രവചിച്ച് കർത്താവ് 2030 വരും, 30 വരെ ലോകമുള്ളു. ഹാലിൽ ഇങ്ങനെയൊക്കെ പറയുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ പ്രത്യാശ, നമുക്ക് പൂർണ്ണ പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്താ പറയാ, നമുക്കൊരു ഒരുക്കം ഉണ്ടാകും. കർത്താവിന്റെ വരവിനായി നമ്മൾ ഒരുങ്ങാൻ ശ്രമിക്കും. ഇവിടെ പറഞ്ഞ പൂർണ്ണ പ്രത്യാശ, നിങ്ങളെ ക്രിസ്തു പ്രത്യാശ നിങ്ങൾക്ക് വരുവാനുള്ള കഴിവ് പൂർണ്ണ പ്രത്യാശ. അപ്പൊ എന്നിട്ട് പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനത്വണം അനുസരണമുള്ള മക്കളെ എല്ലാ നടപ്പിലും വിശുദ്ധരാകുവേൻ. നമ്മളെ വിളിച്ചവന്റെ വിളിക്ക് ഒത്തവണ്ണം നമ്മൾ എന്തിനെ എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. എവിടെയെങ്കിലൊക്കെ കുറച്ചൊക്കെ ഞാൻ മാറി, ഹാലേലു കുറച്ച് നടപ്പൊക്കെ നല്ലതായി, ഹാലേലു എന്നല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ എല്ലാ നടപ്പിലും, ഇൻ എവറി ഏരിയ ഓഫ് അവർ ലൈഫ്, ഹാലേലു അത് എടുക്കുകയാണെങ്കിൽ എന്താ പറയാ, അവിടെ ഹോളിനെസ് ഉണ്ടാകണം നമുക്ക്. ഹാലേലു നമ്മുടെ നടത്തുന്നത് എന്താണെന്ന് പറയാ, അവന്റെ വിശുദ്ധിക്ക് ഒത്തവണ്ണമായിരിക്കണം. ഹാലേലു നമ്മുടെ വിശുദ്ധിക്ക് ഒത്തവണ്ണമല്ല. നമ്മുടെ സ്വഭാവം അത് എല്ലാ ഏരിയയും എങ്ങനെയാ ഓരോ ദിവസം ഇങ്ങനെ മോൾഡായി വരേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഹോളിനെസ്സിനാലായിരിക്കും, അല്ലെങ്കിൽ അവന്റെ വിശുദ്ധിക്ക് അനുസരിച്ചായിരിക്കണം. അങ്ങനെ വിശുദ്ധിക്ക് അനുസരിച്ച് നമ്മൾ മോൾഡ് ആകണമെങ്കിൽ എന്താണ്, നമുക്കൊരു പ്രത്യാശ വേണം. എന്താ? പൂർണ്ണ പ്രത്യാശ വേണം. കർത്താവ് വരുമെന്ന്. ഹാലേലൂയ. അപ്പൊ വരുമ്പോൾ നമുക്ക് പോകണമെങ്കിൽ ഹാലേലൂയ അവനോടൊപ്പം പോകണം. ഇവിടെ പറയുന്നത് അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. ഹാലേലൂയ. അപ്പൊ ഞാൻ വിശുദ്ധനാകൽ നിങ്ങളും എന്ന് എഴുതിയിരിക്കുന്നു. മുഖപക്ഷം കൂടെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കോടെ ന്യായം വിധിക്കുന്നതിന് നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. അപ്പൊ നമ്മളെല്ലാരും പ്രവാസകാലത്താ. ഹാലയില് നമ്മളൊക്കെ ഗൾഫിൽ അയക്കുന്നവരൊക്കെ നോക്കിയിട്ട് പറയാണ്ട് പ്രവാസികളാ ഹാലയില്. കാരണം വെച്ചാൽ ആ രാജ്യത്തിന്റെ ആൾക്കാർ അല്ല, തൽക്കാലത്തേക്ക് നമ്മൾ പോയി അവിടെ ആയിരിക്കുന്നേ ഉള്ളൂ. ഹാലിൽ അതുകൊണ്ട് അവിടെ പ്രവാസികൾ അല്ലെ എക്സ്പാട്രിയേറ്റ്സ് എന്ന് വിളിക്കുന്നതിന്റെ കാരണം അതാണ്. അതുപോലെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കും, നമ്മളെ നോക്കി പറയാണ് ഇവിടെ നമ്മുടെ പ്രവാസകാലമാണ്, അത് ഭയത്തോടെ കഴിയും. അപ്പൊ നമ്മുടെ രാജ്യം ഇതല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രവാസകാലമാണെന്ന് പറയുമ്പോൾ അല്ലെ, നമുക്കപ്പം മറ്റൊരു രാജ്യമുണ്ട് ഹാലയിൽ, അവിടത്തെ പൗരന്മാരാണ് നമ്മളെങ്കിൽ അവിടേക്ക് മടങ്ങിപ്പോയേ മനസ്സിലാവും. ഇപ്പൊ വിദേശത്തൊക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഹാലയിൽ എന്താ, അവിടെ നമ്മൾ അയക്കും, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് തന്നെ ഹാലയിൽ അവിടെ നിൽക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ മടങ്ങി പോകേണ്ടവരാണ് നമ്മളെന്ന് നമുക്കൊരു ബോധമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ പറയാ, അവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ, അവിടുത്തെ നിയമത്തിന് വിപരീതം എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് മടങ്ങിപ്പാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ഭയത്തോടും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടും, ഇന്ത്യയിൽ നടക്കുന്ന കണക്ക് നമ്മൾ ഇന്ത്യയിലായിരിക്കുമ്പോൾ അല്ലെ നമ്മുടെ കൊച്ചു കേരളത്തിലായിരിക്കുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന പോലെ സ്വാതന്ത്ര്യം അവിടെ കാണിക്കത്തില്ല. നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരാൾ നമ്മൾ രണ്ട് വഴക്ക് പറയാൻ എന്തെങ്കിലും വന്നാൽ നമ്മൾ തിരിച്ച് വഴക്ക് പറയാൻ ചിലപ്പോൾ തല്ലാനൊക്കെ പോയെന്നിരിക്കും. പക്ഷേ ദുബായിലോ ഹാലയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് താമസം അവരങ്ങനെ പോകത്തില്ല. കാരണം അവിടുത്തെ നിയമം ഹാലയിലിയ അതിന് വിധിക്കുന്ന ശിക്ഷ എന്താന്ന്, അല്ലെ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കൊരു അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ നാട്ടിലേക്ക് പെട്ടെന്നൊരു ആവശ്യം നമുക്ക് വരാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിയമക്കുരുക്കി പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഊരി വരാൻ വലിയ പ്രയാസമാണ്. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് അവിടെ ഒരു ഭയത്തോടെ നമ്മൾ കാലം കഴിക്കുന്നത്. കാരണം നമ്മുടെ ദേശം ഇതല്ല, നമ്മുടെ രാജ്യം ഇതല്ല, നമ്മളിവിടെ പ്രവാസികളാണെന്നുള്ള ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും.
ഇത് തന്നെയാണ് നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ നമ്മൾ ജീവിക്കേണ്ടത്. കാലം പ്രവാസകാലം ഭയത്തോടു കൂടെയാണ് ജീവിക്കേണ്ടത്. ഹാലേലൂയ. അവിടെ ഹാലേലൂയ അമ്മ നമ്മളുടെ ജീവിതത്തിൽ ഹാലേലൂയ ആമേ അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹാലേലൂയ എന്താ പറയുക, ഈ വചനത്തിനനുസരിച്ച് നമ്മൾ ഒരുക്കി മുൻപോട്ട് കൊണ്ടുപോകണം. ഹാലേലൂയ അവിടെയാണ് നമ്മൾ ആമേ ഇത് എന്താ പറയാ സത്യവും നീതിയും വിശുദ്ധി എന്നൊക്കെ പറയുന്നിടത്ത് ഹാലേലൂയ എന്തനുസരിച്ച് നടക്കാം നമുക്ക് ഓരോ ദിവസം കഴിയും തോറും ഇതിന് അനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തണം. ഇന്നലെ ഞാൻ ഈ വചനഭാഗത്തേക്ക് തിരിച്ചു വരാം. ഇന്ന് പറ്റുമെങ്കിൽ തിരിച്ചില്ലെങ്കിൽ ഹാലേലൂയ ആമേ നമുക്ക് പിന്നെ ഞാൻ കാരണം ഇന്നലെ എനിക്ക് ഏസ്കൽ പ്രവാചന പുസ്തകം ഒരു ഭാഗം വായിച്ചപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് അനുസരണമുള്ള മക്കളെ അല്ലെങ്കിൽ ഒബീഡിയൻ മക്കളായിട്ട് നമ്മൾ മാറണമെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. നമ്മൾ പൗലോസോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന തരാ. അപ്പൊ വചനം ആമേ വായിൽ വരണ്ടേ, അല്ല നിങ്ങൾ വേണ്ടും പോലെ എനിക്ക് പ്രസംഗിക്കണേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കണം. പക്ഷേ അവിടെ ഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു കൂട്ടരെ കുറിച്ച് പറയുന്ന ഭാഗം വായിച്ചു എനിക്ക് ഭയങ്കര 13-ാം അധ്യായം എടുക്കുക ഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം ഒന്നും അടങ്ങിട്ടൊന്ന് വായിക്കാവോ? യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേലിൽ പ്രവചിച്ചു പോരുന്ന പ്രവാചകന്മാരെ കുറിച്ച് നീ പ്രവചിച്ച് സ്വന്തം ഹൃദയങ്ങളിൽ നിന്ന് പ്രവചിക്കുന്നവരോട് പറയേണ്ടത്, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, സ്വന്തം മനസ്സിനെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെയും പിന്തുടരുന്ന ബുദ്ധികെട്ട പ്രവാചകന്മാർക്ക് അയ്യോ കഷ്ടം. ഇസ്രായേലെ, നിന്റെ പ്രവാചകന്മാർ ശൂന്യപ്രദേശങ്ങളിലെ കുറുക്കന്മാരെ പോലെ ആയിരിക്കുന്നു. യഹോവയുടെ നാളിൽ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് നിങ്ങൾ ഇടുകൊളി കയറിയിട്ടില്ല, ഇസ്രായേൽ ഗൃഹത്തിനു വേണ്ടി മതിൽ കെട്ടിയിട്ടുമില്ല. അവർ വ്യാജവും കള്ളപ്രശ്നവും ദർശിച്ചിട്ട് യഹോവയുടെ അരുളപ്പാട് എന്ന് പറയുന്നു. യഹോവ അവരെ അയച്ചില്ലെങ്കിലും വചനം നിവൃത്തിയായി വരുമെന്ന് അവർ ആശിക്കുന്നു. ഞാൻ അരുളി ചെയ്യാതിരിക്കെ യഹോവയുടെ അരുളപ്പാട് എന്ന് നിങ്ങൾ പറയുന്നതിനാൽ നിങ്ങൾ മിഥ്യാദർശനം ദർശിക്കുകയും വ്യാജ പ്രശ്നം പറയുകയും അല്ലയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നേ യഹോവയുടെ അരുളപ്പാടിക്കുന്ന ആരോടാ? മനുഷ്യപുത്ര, ഇസ്രായേൽ പ്രവചിച്ചു പോരുന്ന പ്രവാചകന്മാരെ കുറിച്ച് നീ പ്രവചിച്ച് സ്വന്തം ഹൃദയങ്ങളിൽ നിന്ന് പ്രവചിക്കുന്നവരോട് പറയേണ്ടത്. അപ്പം സ്വന്തം ഹൃദയങ്ങളിൽ നിന്ന് പ്രവചിക്കുന്നവരോട് പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒന്ന് യഹോവയുടെ വചനം കേൾപ്പിൻ, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത്. എപ്പോഴും പറയുന്ന പരിശുദ്ധാത്മാവ് പറയുന്നു, അല്ലെങ്കിൽ അവൻ വചനം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ യഹോവയുടെ വചനം കേൾപ്പിൻ എന്ന് പറഞ്ഞ് സ്വന്തം ഹൃദയത്തിൽ നിന്ന് പറയുന്നവർ എന്താണ്? ദൈവം പറയാത്ത കാര്യങ്ങൾ, ദൈവത്തിന്റെ വചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ സ്വന്തം ഹൃദയത്തിൽ ഇമാജിൻ ചെയ്ത് പറയുന്ന പ്രവാചകന്മാരെ കുറിച്ച് അവിടെ പറയുന്നു. ഇന്ന് നമ്മൾ കേൾക്കുന്ന പല പ്രസംഗങ്ങളും പല പ്രവചനങ്ങളും പല അസാക്ഷ്യങ്ങളും എന്താ? അവരുടെ സ്വന്തം ഹൃദയത്തിൽ നിന്നും അവരുടെ ബുദ്ധിയിൽ നിന്നും അവര് ഉണ്ടാക്കിയെടുത്ത് പറയുന്നതാണ്. അങ്ങനെ പറയുന്നവർക്ക് അയ്യോ കഷ്ടമെന്ന് അവിടെ പറഞ്ഞേക്കുന്നത്. ഈ വെളിപ്പാട് പ്രാപിച്ച പൗലോസ് അതുകൊണ്ടാ പറഞ്ഞു, വേണ്ടും പോലെ സംസാരിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയാ, എനിക്ക് ദൈവത്തിന്റെ വചനം എനിക്ക് ലഭിക്കണം. എന്നാലും എനിക്ക് പറയാം, അതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരാള് സ്റ്റേജിൽ കയറുന്ന മൈക്കെടുത്ത് അവന്റെ പ്രസംഗം എത്ര ഭംഗിയാണെന്നെല്ലാം നമ്മൾ നോക്കേണ്ട. ഈ പ്രസംഗം കേൾക്കുമ്പോൾ ചിലപ്പോൾ പ്രസംഗം ഭയങ്കര രസമായിരിക്കും, കേട്ടോണ്ടിരിക്കാൻ നമുക്ക് ചെവികൾക്ക് ഭയങ്കര ഇതായിരിക്കും, ഹൃദയത്തിന് ഭയങ്കര സന്തോഷമായിരിക്കും, ഇതൊക്കെ. പക്ഷേ ഈ പ്രസംഗം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുന്നില്ല എങ്കിൽ ഈ പ്രസംഗം വെറുതെയാ. പണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കരുനാപ്പള്ളിക്കാർക്ക് പ്രത്യേകിച്ച് അറിയാം, അബ്ദുൽ നാസർ മദനിയുടെ പ്രസംഗം. ആൾക്കാർ അവരുടെ മതപ്രസംഗം എന്ന് പറഞ്ഞ പുള്ളി രാത്രി മൊത്തം ഇവരുടെ പ്രസംഗം. ഈ പുള്ളിക്കാരന്റെ പ്രസംഗം ഉണ്ടെങ്കിൽ നാട്ടുകാർ മൊത്തം പോയി എത്ര രാത്രിയിൽ ഉറക്കം ഇളച്ചിരുന്ന് ഇത് കേൾക്കും. കാരണം അത്ര ഗംഭീര പ്രസംഗകനായിരുന്നു. പക്ഷെ അതുകൊണ്ട് ജനത്തിന് എന്ത് മാറ്റം വന്നു? ആ മനുഷ്യനെന്ത് മാറ്റം വന്നു? പ്രസംഗിച്ച മനുഷ്യനെന്ത് മാറ്റം വന്നു? ഹല്ലേലൂയ. ബോംബും കേസിലൊക്കെ വന്ന് പെട്ടു. നമുക്ക് എല്ലാവർക്കും അറിയാം, കാലൊക്കെ പോയി. ഇപ്പോഴും ജയിലിൽ തന്നെ ആണെന്ന് തോന്നുന്നു, മരിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. അന്ന് തുടങ്ങിയിട്ട് എന്റെയൊക്കെ ചെറുപ്പത്തിൽ തുടങ്ങി പുള്ളി ജയിലിലായതാ. അപ്പൊ ഞാൻ നല്ല പ്രസംഗകനായിരുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ജീവിതത്തിലെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായോ?
ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രസംഗിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വല്ല മാറ്റവും ഉണ്ടോ? അത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വല്ല മാറ്റവും ഉണ്ടോ? ഹല്ലേലൂയ. ഇതുകൊണ്ട് എന്താണ് പ്രയോജനമുണ്ട്? ഇവിടെ പറയുന്ന അവര് സ്വന്തം ഹൃദയത്തിൽ ചിന്തിച്ചിട്ട്, ഹാലയില് അവൻ മിഥ്യാദർശനം, അവൻ സ്വന്തം ഹൃദയങ്ങൾ പ്രവചിക്കും. എന്നിട്ട് അവര് പറയാം അവര് മിഥ്യാദർശകൻ എന്നാ പറയുന്നത്. കാരണം അവര് ആർക്കും വേണ്ടി ഇന്ന് വരെ ഇടിവിൽ നിന്ന് മതിൽ കെട്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ഹാല അവരെ കുറിച്ച് പറയുന്നത് യഹോവ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതാണ്. നിങ്ങൾ ഇടിവുകൾ കയറിയിട്ടില്ല, ഇസ്രായേൽ യുദ്ധത്തിന്റെ മതിൽ കെട്ടി അപ്പം യുദ്ധ ദിവസങ്ങളിൽ ഉറച്ചു നിൽക്കേണ്ടത് നിങ്ങൾ ഹാലയില് എവിടെയും കയറി ഇടിവിൽ നിന്ന് മതിൽ കെട്ടി ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ പണ്ടൊരു ദൈവദാസൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളൊരു പ്രവചനം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിലൂടെ ദൈവം ഒരു പ്രവചനം പറഞ്ഞിപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രവചനം പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകരുത്. ഈ പ്രവചനം പറഞ്ഞവന് ഒരു ഉത്തരവാദിത്വമുണ്ട്, അത് നിവർത്തിയാകും വരെ പ്രാർത്ഥിക്കാനെന്ന്. ഹല്ലേലൂയ. അപ്പൊ കേൾക്കുന്നവർക്ക് മാത്രമല്ല പറഞ്ഞവനും ഹല്ലേലൂയ പ്രാർത്ഥിക്കണമെന്ന് അന്നിങ്ങനെ പറയുണ്ടായി. ഹല്ലേലൂയ. ആമേൻ. അത് ആമേൻ. ഇവിടെ ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ ആർക്കും വേണ്ടി ആമേൻ വീടുകൾ കയറി ഇടിവിൽ നിന്ന് മതിൽ കെട്ടിയൊന്നും പ്രാർത്ഥിച്ചില്ല. ഇന്ന് ദൈവദാസന്മാർ അങ്ങനെ ഇല്ലാത്തവർ വെറുതെ പോയിട്ട് വായി തോന്നുന്ന അവരുടെ ഹൃദയത്തിൽ തോന്നുകയാണ് എവിടെയെങ്കിലും ഒക്കെ ചെന്ന് വിളിച്ചു പറഞ്ഞ് കിട്ടുന്ന കാശ് മേടിച്ച് പോക്കറ്റ് വെച്ചുകൊണ്ട് പോകുന്നവനല്ല പ്രവാചകൻ. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന പ്രവാചകനാണ് നമ്മുടെ സാമച്ചൻ പാസ്റ്റർ. സാമച്ചൻ പാസ്റ്റർ പോലും നമ്മളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നൊന്നും, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മ ഓർപ്പിക്കുമെന്നും പ്രാർത്ഥിക്കുമെന്നും നമ്മൾ അറിയുന്നത് ഇങ്ങനെ ചില ദിവസങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളെ ഇങ്ങോട്ട് വിളിക്കും. വിളിച്ചിട്ടേ കുഞ്ഞെ ഇങ്ങനെ ഒരു ദർശനത്തിൽ കണ്ടല്ലോ, ദൈവം ഇങ്ങനെ ഒരു കാര്യം ഇടപെട്ടല്ലോ, എന്താ വിഷയം എന്നൊക്കെ ചോദിച്ചു പറയും. കാരണം വെച്ചാൽ അവർ എപ്പോഴെങ്കിലും ഒക്കെ നമ്മളെ പ്രാർത്ഥനയിൽ അവരുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഓർക്കുന്നുണ്ട്. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വെറുതെ ഒരു പ്രവചനം പറഞ്ഞിട്ട് പോകുന്നവനല്ല. അതുപോലെ ദൈവം കാണിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തുമ്പോൾ മാത്രം ഒരു വെളിപ്പാടുണ്ടെങ്കിൽ പറയത്തുള്ളൂ, ഒരു ദർശനമുണ്ടെങ്കിൽ പറയത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ആലോചന ഉണ്ടെങ്കിൽ നമ്മളോട് അറിയിക്കത്തുള്ളൂ. പ്രാർത്ഥിച്ച് അല്ല എന്തെങ്കിലുമൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തട്ടിവിട്ട് പോകത്തില്ല. മറ്റുള്ളവർ അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ വായിരുന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ മനസ്സിൽ ചിന്ത നമ്മൾ പറഞ്ഞിട്ടങ്ങ് പോലെ നമ്മളിനി കാണുന്ന പോലും ഇല്ലല്ലോ. നമ്മള് യുഎയിലൊക്കെ വലിയ വലിയ മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ പ്രവാചകന്മാർ ഭയങ്കര പ്രവചനം. പ്രവചനം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഹിസ്റ്ററി ജോഗ്രഫിയും സഹിതം പ്രവചിക്കുന്ന കേൾക്കാം കേട്ടോ. ഇതൊക്കെ കേൾക്കാൻ നമ്മൾ ജനമെല്ലാം അതിശയിച്ചിരിക്കും. കുറെ നാളുകൾക്ക് ശേഷം ഇതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ജനം തള്ളി കയറ് എന്താ ഒരേ നാൾക്ക് ഞങ്ങൾ അവിടെ പോകുന്ന ഞാനൊരു ചേച്ചി കൂടെ വന്നിട്ട് ചേച്ചി അപ്പൊ ചേച്ചിയുടെ എടി മോള് ഈ പ്രവചനം എല്ലാം കേട്ടിട്ട് ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇതുപോലെ നടന്നതായിട്ട് നീ കേട്ടോ എന്ന് ചോദിച്ചു. ഭയങ്കര പ്രവചനമാണ്, എല്ലാ ആഴ്ചയും പ്രവചിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി നമ്മൾ എന്താ കേൾക്കുന്നത്, നമ്മൾ കേട്ട് നമ്മൾ പോരുന്നു, പിന്നെ ഇവരെ നമ്മൾ കാണുന്നു, ഇവരുടെ ജീവിതത്തിൽ നടന്ന് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നില്ലല്ലോ. ഈ വരുന്ന പ്രവാചകന്മാരും ഇവരെ ആരും പിന്നെ കാണുമെന്ന് പോലും എനിക്കറിയത്തില്ല. കണ്ടു വല്ലതും ഇവരൊക്കെ നടക്കുന്നുണ്ടോ പറയുമ്പം ഭയങ്കര ആൾക്കാരെ വിളിച്ചു നിർത്തി പേരും നാളും മറ്റത് മറിച്ചതൊക്കെ വിളിച്ചു പറയും. ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്കൊക്കെ ഭയങ്കര, ഞാൻ ചെയ്ത ഒരാളുടെ പേര് വിളിച്ചത് കൊണ്ടോ ഒരാളുടെ മറ്റേ അഡ്രസ്സ് പറഞ്ഞതുകൊണ്ടോ, വണ്ടിയുടെ നമ്പർ പറഞ്ഞതുകൊണ്ടോ, പാസ്പോർട്ടിന്റെ നമ്പർ പറഞ്ഞതുകൊണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? എന്തെങ്കിലും ഗുണമുണ്ടോ? ഞാൻ കേട്ടു നിൽക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ അതുകൊണ്ട്? ഇല്ല, ഒരു പ്രയോജനമില്ല. അവര് എന്തൊക്കെ അവർക്ക് കഴിവുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി പറയും. ജനം വിഡ്ഢികളായതുകൊണ്ട് അത് കേട്ട അയ്യോ ഭയങ്കര പ്രവചനമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതല്ല യഥാർത്ഥ പ്രവചനം. പേര് പറയുന്നതല്ല ഞാൻ പറയും, പേര് പറയാം, പക്ഷെ ആ പേരിനോട് കണക്ട് ആയിട്ട് എന്താ കാര്യം എന്നൂടെ പറയണം. ഹല്ലേലൂയ. അല്ലാതെ ഇങ്ങനെ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയും ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ട്രിക്ക് എന്ന് പറയുന്നത്. അത് പറയാൻ വേണ്ടിയിട്ട് വലിയ ദൈവത്തിന്റെ വചനവും ഇടിവിൽ ഇരുന്ന് പ്രാർത്ഥനയോ ഒന്നും വേണ്ട. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവൻ പക്ഷെ പറയും. വന്നിരിക്കുന്നവൻ ഒരുത്തനെങ്കിലും മാനസാന്തരത്തിലേക്ക് നടത്തും, ഒരുത്തന്റെ ഹൃദയത്തിലെങ്കിലും വിശുദ്ധിയിലേക്ക് നടത്താൻ കഴിയും, ഒരുത്തനെയെങ്കിലും ദൈവത്തിന്റെ ഹിതപ്രകാരം മാറ്റാൻ പറ്റും. അങ്ങനെയുള്ളതാണ് നമ്മൾ വായ തുറക്കും പുറത്തു വരേണ്ടത്. അടുത്ത പറയുന്നത് ഇവിടെ പറഞ്ഞേ നിങ്ങൾ വ്യാജം പ്രസ്താവിച്ചു ഭോഷ്ക് ദർശിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു. എന്നിട്ട് പറയുന്നു വ്യാജം ദർശിക്കുകയും കള്ളപ്രശ്നം ചെയ്യുകയും പറയുകയും ചെയ്യുന്ന പ്രവാചകന്മാർക്ക് എന്റെ കൈ വിരോധമായിരിക്കും, എന്റെ ജനത്തിന്റെ മന്ത്രിസഭയിൽ അവർ ഇരിക്കയില്ല. ഇസ്രായേൽ പേർ വഴി ചാത്തിൽ അവരെ
ആമ എഴുതുകയുമില്ല. ഹാലെ. അപ്പൊ ദൈവത്തിന്റെ മന്ത്രിസഭയിൽ അവരെ ഇരുത്തത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തിനാ ഇവര് കള്ളപ്രവചനം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവർക്ക് ആവശ്യത്തിന് വേണ്ടുന്നൊക്കെ കിട്ടും. അവരുടെ പോക്കറ്റ് നിറയപ്പോ അവരുടെ കണ്ണെവിടെയാണെന്നറിയാവോ? ഈ ലോകത്തിലാണ്. അപ്പൊ ഈ ലോകത്തിലേക്ക് കണ്ണു വെച്ച് നടക്കുന്നവർ, ഹാലേലൂയ, ആ നമുക്ക് വരുവാനുള്ള ലോകത്തെ പ്രവാസികളായിരിക്കുന്ന ഭയത്തോടു കൂടി കാലം കഴിക്കണമെന്ന് പറഞ്ഞ് വചനത്തെ ഓർക്കാതെ ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം ജീവിച്ചാൽ അങ്ങനെയുള്ളവർ നടത്തുന്നവർ എവിടെ പോകും? ദൈവത്തിന്റെ വചനത്തെ പറഞ്ഞ കുരുടൻ വഴി കാണിച്ച് നമ്മളൊക്കെ എവിടെ പോകുന്നറിയാമോ? ഏതെങ്കിലും കുഴി പോയി വീഴും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഈ ഭാഗം ഇന്നലെ ഇന്ന് വായിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ, ഒത്തിരി പേടിയും തോന്നി. അതുപോലെ തന്നെ എനിക്ക് ഹല്ലേലൂയ അതിശയം തോന്നി. ഇങ്ങനെയൊക്കെ വചനം ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള ജനത്തിന്റെ കണ്ണു തുറക്കുന്നില്ല. കറക്റ്റായിട്ട് ഇതിനകത്ത് ദൈവം എഴുതി വെച്ചിട്ടുണ്ട് ഈ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ. ഹല്ലേലൂയ. എന്നിട്ട് 14 വാക്യം വായിക്കുന്ന, നിങ്ങൾ കുമ്മായം പൂശിയ ചുവരിനെ ഞാൻ ഇടിച്ച് നിലത്തിട്ട് തള്ളിയിട്ട്, എന്ന് വെച്ചാൽ ഇവരെങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നത്. 10 തുടങ്ങിയിട്ട് വായിക്കുക. 10 അല്ല, 8 തുടങ്ങി തന്നെ വായിച്ചു. ഹറമസ്റ്റ് നമ്മൾ നേരത്തെ വായിച്ചു തീർത്ത് കഴിഞ്ഞിട്ട് വായിച്ചു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ വ്യാജം പ്രസ്താവിച്ച് ഭോഷ്ക് ദർശിച്ചിരിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. വ്യാജം ദർശിക്കുകയും കള്ളപ്രശ്നം പറയുകയും ചെയ്യുന്ന പ്രവാചകന്മാർക്ക് എന്റെ കൈ വിരോധമായിരിക്കും. എന്റെ ജനത്തിന്റെ മന്ത്രിസഭയിൽ അവർ ഇരിക്കയില്ല. ഇസ്രയേൽ ഗ്രഹത്തിന്റെ പേർവഴിച്ചാർത്തിൽ അവർ എഴുതുകയുമില്ല. ഇസ്രയേൽ ദേശത്തിൽ അവർ കടക്കുകയുമില്ല. ഞാൻ യഹോവയായ കർത്താവ് എന്ന് നിങ്ങൾ അറിയും. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് അവർ എന്റെ ജനത്തെ ചതിച്ചിരിക്കൊണ്ടും അത് ചുവർ പണിതാൽ അവർ കുമ്മായം പൂശിക്കളയുന്നത് കൊണ്ടും, അടന്നു വീഴും വണ്ണം കുമ്മായം പൂശുന്നവരോട് നീ പറയേണ്ടത്, പെരുമഴ ചൊരിയും, ഞാൻ ആലിപ്പഴം പൊഴിച്ച് കൊടുങ്കാറ്റടുപ്പിക്കും, ചുവർ വീണിരിക്കുന്നു, നിങ്ങൾ പൂശിയ കുമ്മായം എവിടെ പോയി എന്ന് നിങ്ങളോട് പറയുകയില്ലയോ? അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ എന്റെ ക്രോധത്തിൽ ഒരു കൊടുങ്കാറ്റടിക്കുമാറാക്കും, എന്റെ കോപത്തിൽ പെരുമഴ പെയ്യിക്കും, എന്റെ ക്രോധത്തിൽ മുടിച്ചു കളയുന്ന വലിയ ആലിപ്പഴം പൊഴിക്കും. നിങ്ങൾ കുമ്മായം പൂശിയ ചുവരിനെ ഞാൻ ഇങ്ങനെ ഇടിച്ച് നിലത്ത് തള്ളിയിട്ട് അതിന്റെ അടിസ്ഥാനം വെളിപ്പെടുത്തും. അത് വീഴും, നിങ്ങൾ അതിന്റെ നടുവിൽ മുടിഞ്ഞു പോകും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. അങ്ങനെ ഞാൻ ചുവരിന്മേലും അതിന് കുമ്മായം പൂശിയവരുടെ മേലും എന്റെ ക്രോധത്തെ നിവൃത്തിയാക്കിയിട്ട് നിങ്ങളോട്, ഇനിയും ചുവരില്ല, അതിന് കുമ്മായം പൂശിയവരായി യെരൂശലേമിനെ കുറിച്ച് പ്രവചിച്ച് സമാധാനമില്ലാതിരിക്കെ അതിന് സമാധാന ദർശനങ്ങളെ ദർശിക്കുന്ന ഇസ്രായേലിന്റെ പ്രവാചകന്മാരുമില്ല എന്ന് പറയും എന്ന യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ആമേൻ. സ്തോത്രം. ഹാലേലൂയ. ഇവിടെ പറയുന്നത് ആദ്യത്തെ ഭാഗം ഞാൻ പറഞ്ഞു ഹാലേലൂയ. എന്നിട്ട് അടുത്ത് പറഞ്ഞത്, സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് അവർ എന്റെ ജനത്തെ ചതിച്ചിരിക്കൊണ്ട് അവർ ചുവർ പണിതാൽ അവർ കുമ്മായം പൂശി കളയുന്നത് കൊണ്ടും അടന്നു വീഴും വണ്ണം കുമ്മായം പൂശുന്നവരെ നീ പറയുന്നത്, പെരുമഴ ചൊരിയും, ഞാൻ ആലിപ്പഴം പൊഴിച്ച് കൊടുങ്കാറ്റെടുപ്പ് ചുവർ വീണിരിക്കുന്നത് നിങ്ങൾ പൂശിയ കുമ്മായ എവിടെ പോയെന്ന് നിങ്ങളോട് പറയില്ലയോ? ഹാലേലൂയ. അപ്പം സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം എന്ന് പറയും. നേരത്തെ ഇവരെ കുറിച്ച് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇസ്രായേൽ ഗൃഹത്തിൽ അകത്തേക്ക് കയറുന്നില്ല, നിങ്ങൾ മതിൽ കെട്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നില്ല. ഹാലേലൂയ. അങ്ങനെ ഒന്നും ചെയ്യാതെ നിങ്ങൾ വ്യാജ ദർശനം ചെയ്യുന്നവരാണെന്ന് പറയും. ഇവിടെ അടുത്ത പറയുന്നത് ഇങ്ങനെ ഞാൻ ചോദിക്കുന്നത്, ഒരുവൻ പ്രാർത്ഥിക്കാൻ ഇരിക്കാതെ മറ്റുള്ളവന്റെ പ്രശ്നങ്ങൾ എങ്ങനെ വെളിപ്പെടുന്നത്? അവന് സമാധാനമാണോ? ഞാൻ ഇപ്പൊ അറ്റ്ലീസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്യാതെ, ഇപ്പൊ ഒരാൾ നമ്മളോട് വിളിക്കുമ്പം ഒരു പ്രാർത്ഥനാ വിഷയം അല്ലെങ്കിൽ ഒരു വിഷമത്തോട് വിളിക്കുമ്പം അവരുമായിട്ട് അല്പസമയം സംസാരിക്കാതെ, അവന് വേണ്ടി ഒന്ന് കണ്ണടച്ച് നമ്മൾ പ്രാർത്ഥിക്കാതെ, അവന് വേണ്ടി ദൈവത്തോട് അഭയചാചന കഴിക്കാതെ, അതിൽ ഇടിവ് നിൽക്കാതെ നമുക്ക് എങ്ങനെ മനസ്സിലാവും അവന്റെ വിഷയം എന്താണെന്ന്? ഇതൊന്നുമില്ലാതെ എന്തെങ്കിലും വ്യാജ ദർശനമൊക്കെ പറഞ്ഞിട്ട് സമാധാനം, ഹാലേലൂയ, ഭയങ്കര സമാധാനം ലഭിക്കട്ടെ എന്ന്. അപ്പൊ ഈ പറയുന്നവന് സമാധാനം ഉണ്ടോ വെച്ചാൽ അവനും സമാധാനമില്ല. കേൾക്കുന്നവരുണ്ടോ വെച്ചാൽ കേൾക്കുന്നവന് സമാധാനമല്ല. ഹാലേലൂയ. ഞാൻ പലപ്പോഴും പ്രവാചകന്മാരെന്ന ഗണത്തിൽപ്പെട്ട ചില ആൾക്കാർ അത് അവരോട് ഞാൻ ഒരുപാട് ഇവരൊക്കെ ആയിട്ട് കുറച്ച് അടുത്ത ബന്ധം വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം. അവർ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവർ ശുശ്രൂഷിക്കാൻ നിൽക്കാൻ ഭയങ്കര സംഭവമാണ്. എല്ലാവർക്കും ഭയങ്കര പ്രവചനവും
ഭയങ്കര പ്രോസ്പിരിറ്റി പറയലും ഹാലെ. പക്ഷെ ഇവര് ആ സ്റ്റേജ് വിട്ട് പുറത്തിറങ്ങി അവരെ യഥാർത്ഥ പച്ച ജീവിതത്തിലേക്ക് വരുമ്പോൾ അവര് ഹാലേലിയ ഇതുപോലെ ടെൻഷൻ അടിക്കുന്ന മക്കളെ കണ്ടിട്ടില്ല. കാരണം അതില്ല, ഇതില്ല, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, ആ പ്രശ്നം, ഈ പ്രശ്നം, പൈസയില്ല, ഹാലേലിയ കടമാണ്, മറ്റാണ്, മറിച്ചാണ് എന്ന് പറഞ്ഞിട്ട് ഹാലേലിയ അവര് സംസാരം കേട്ട അവിശ്വാസികൾക്ക് ഇതിനെക്കാട്ട് ധൈര്യം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. വിഷയങ്ങളില്ലാത്ത മനുഷ്യരില്ല. ഞാൻ പറഞ്ഞത് എനിക്കും വിഷയങ്ങളുണ്ട്. പക്ഷെ ഈ വിഷയങ്ങൾ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ് പ്രശ്നം. ഞാൻ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുകയും മറ്റുള്ളവരോട് നല്ല വാക്കൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടെ ഹാലേലിയ ഒരു സമാധാനവും ഇല്ല, ഒരു സ്വസ്ഥതയില്ല, ഹാലേലിയ ആമേൻ സ്തോത്രം, ഹാലേ നാളെ എന്താകും, നാളെ എന്താ എന്ന് വിചാരിച്ചിട്ട് ആകുലപ്പെട്ട് കരഞ്ഞ് വിളിച്ച് നിലവിളിച്ച് കണ്ണി കാണുന്നവരോടൊക്കെ ഹാലേലിയ അതും പറഞ്ഞ് ഇതും പറഞ്ഞ് നടക്കുകയാണെങ്കിൽ എനിക്ക് എവിടെയാ സമാധാനം ഉള്ളത്? ഞാനിങ്ങനെ ഇപ്പൊ പറയുന്നത് മൊത്തം വ്യാജമല്ലേ മറ്റുള്ളവർ പറയുന്നതൊക്കെ? ഹാലൂയ. പലരും സിസ്റ്റർ സംസാരിച്ച് ഭയങ്കര സമാധാനം കിട്ടുക, ഈ സമാധാനമൊക്കെ കൊടുക്കുന്നു. പക്ഷെ ഇവിടെ എനിക്ക് സമാധാനം ഇല്ല എന്നാണ് ഞാൻ പറയേണ്ടത്. അല്ല, നമ്മുടെ ഹൃദയത്തിൽ ഹാലൂയ ആദ്യം നമുക്ക് നമ്മുടെ ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകണം. എന്നാലും നമുക്ക് മറ്റൊരാളോട് വിശ്വാസം പറയാൻ പറ്റാവുള്ളൂ. അതാണ് യഥാർത്ഥത്തിൽ. അല്ലാതെ കപടമല്ല, കപടത അല്ല ആത്മീയത. കപടത കാണിക്കുന്ന ആത്മീയത നമ്മൾ കണ്ടിട്ടുണ്ട്. പല സന്യാസിമാരെയൊക്കെ പിടിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട് കപട സന്യാസിയാന്നൊക്കെ പറയുന്നതൊക്കെ. ഹാലലിയ. കപടതയല്ല, കപടത പണ്ട് പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം പറയാം ദൈവമക്കളെ, ഹാലലിയ എല്ലാവരും ഇത് മനസ്സിലായി. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിന്റെ സത്യം അറിയണം. നിങ്ങൾ മനസ്സ് വെച്ച നിമിഷങ്ങൾക്കുള്ള നിങ്ങൾക്ക് സത്യം അറിയാൻ പറ്റും. ഒരു കാര്യം സത്യമാണോ അസത്യമാണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം അതിന്റെ പിന്നാലെ കടന്ന് ഓടാവൂ. ഇന്ന് ദൈവത്തിന്റെ വചനം ആയി നിൽക്കുമ്പോൾ അവർ സംസാരിക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ഞാൻ പറയാം, നിങ്ങളൊക്കെ ഒരു മീറ്റിങ്ങിന് കടന്നു പോകുമ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ ദൈവസന്നിധി ഇത് പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന വചനം അവിടെ ലഭിക്കും. നിങ്ങളുടെ ഉത്തരവാദിത്തം. ഇന്ന് എല്ലാവരും വന്ന് ഫോഷ്ക്ക് പറഞ്ഞിട്ട് പോകുന്ന കാര്യം എന്താ പറഞ്ഞാൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ ഇവിടുന്ന് പറയണം, ആത്മാവിൽ പ്രാർത്ഥിച്ച് ജാഗരിച്ചുള്ള കർത്താവേ ഇന്ന് നമ്മുടെ ഇടയിലേക്ക് അയക്കുന്ന ദൈവദാസന് ഹാലേലിയ വായ് തുറക്കുമ്പോൾ വചനം മാത്രമേ, ദൈവത്തിന്റെ വചനം അല്ല ഫോഷ്ക്ക് പറയുന്ന ഇടയാകരുത്. പരിശുദ്ധാത്മാവിന്റെ അല്ലാത്ത ഒന്നും അവിടെ പറയാൻ ഇടയാകില്ല. പരിശുദ്ധാത്മാവിന്റെ ഒന്നും അല്ലാത്ത ഇവിടെ കേൾക്കാൻ ഇടയാകില്ല. എന്തൊക്കെ പ്ലാൻ ചെയ്ത് വന്നാൽ അതെല്ലാം മാറിപ്പോകണം. പരിശുദ്ധാത്മ പൂർണ്ണ കണ്ടല്ലോ, നീ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുക, അവിടെ അത് നടക്കും. പറയാൻ വരുന്നവർക്ക് പോഷ്ക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ? നമ്മുടെ പ്രാർത്ഥന അതിനെ മാറ്റാൻ ശക്തിയുള്ളത്. പക്ഷെ നമ്മൾ പലപ്പോഴും പറയട്ടെ സഭയിലേക്ക് കടന്നു പോകുമ്പോൾ പോകാൻ നേരം ആകുമ്പോഴത്തെ തൊട്ട് പോകുമ്പോൾ പോയി എവിടെ നിന്നല്ല അലമാരി തോന്നി ഏതെങ്കിലും ഡ്രസ്സ് വലിച്ചെടുത്ത് ചാടി എഴുന്നേറ്റ് എങ്ങനെയും ഒന്ന് കുളിച്ച് പല്ലി എന്നൊക്കെ വരുത്തി ചിലപ്പോൾ ചില കുളിയില്ലണ്ടാകത്തില്ല ഓടി കയറി അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ വരുന്നവൻ പറയാൻ ഉദ്ദേശിച്ചതിനെക്കാട്ട് കൂടുതൽ ഫോഷ്ക്ക് വളർന്നിട്ട് പോകും. കാരണം എന്താട്ടെ, നമ്മൾ ചുമ്മാ ഏതാണ്ട് ഒരു കർത്തവ്യം നിർവഹിക്കുന്ന കണക്ക് ആമേഹാലയിൽ എന്തോ ഒരു ചടങ്ങ് പോലെ ഓടിപ്പോടി അവിടെ പോയി നിൽക്കുന്നതാ. ജാതികളായിട്ടുള്ള നമ്മള് പണ്ട് ഏത് സഭയിലാന്ന് എനിക്കറിയാം, ഞാൻ കത്തോലിക്ക സഭയില. ചർച്ചിൽ പോന്ന് വിചാരിച്ചിട്ട് പോണോന്ന് ചോദിച്ചാൽ അവിടെ എന്ത് നടക്കണോന്ന് നമുക്ക് ഒരു ബോധമില്ല. ചെന്ന് നിൽക്കും, ഓടിക്കേറി അതിനകത്ത് നിൽക്കും, എന്തൊക്കെയോ എഴുതപ്പെട്ട് വെച്ച സഭയുടെ ഹാലയിൽ എന്തൊക്കെയോ പ്രാർത്ഥനകൾ കാണാതെ ഉരുവിടും. ഉരുവിട്ട് കഴിഞ്ഞിട്ട് അവിടെ അച്ഛനും ഇച്ചിരി വചനം ചിലപ്പോൾ പ്രസംഗിച്ചല്ല, ചിലപ്പോൾ ഇടയലേഖനം ഉണ്ടെന്ന് പ്രസംഗം ഉണ്ടാകത്തില്ല. കേറുമ്പോഴും ഇറങ്ങുമ്പോഴും നമുക്ക് ഒരു മാറ്റമല്ല, ഒരു വ്യത്യാസമില്ല. ഒരു ചടങ്ങിന് വേണ്ടി കയറി ചെന്ന് ചടങ്ങ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നതായിട്ടല്ലാതെ എനിക്ക് ഞാൻ പറയാം പല പല ദുഃഖങ്ങൾ ഓർത്ത് കരഞ്ഞെന്നല്ലാതെ സഭയിൽ പോയി എന്നിട്ട് ചർച്ചിൽ അത്രയും വർഷക്കാലം ഞാൻ ചർച്ചിൽ പോയിട്ട് ഒരിക്കൽ പോലും ദൈവവചനം കേട്ട് കരഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അവിടെ വെച്ചിട്ട് അമ്മ എനിക്ക് കുറവുള്ളവളായല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷേ അന്ന് കരയാത്ത കരച്ചില്ല. ഇന്ന് പലപ്പോഴും നമ്മൾ വചനം കേൾക്കുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുധനാഴ്ചത്തെ പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓൺലൈനിൽ കൂടെയാണ്, സൂമിലൂടെ ആണെങ്കിലും പാസ്റ്റർ പ്രസംഗിച്ചു തുടങ്ങിയ പോലെ ഞാൻ കരയാൻ തുടങ്ങി. എന്താ കാര്യം എന്ന് എനിക്കറിയത്തില്ല. അതുപോലെ നമുക്ക് വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മ അഭിഷേകം ഒക്കെ നമ്മൾ കരയും. പക്ഷേ ഇത്രയും നാള് വരെ 40-45 വർഷത്തോളം ആയിരുന്ന സഭയിൽ ഞാൻ കരഞ്ഞിട്ടില്ല. 35 2016 വന്നു.
അല്ല അത്രയും വർഷം വരെ, അല്ല 2016 വരെ നമ്മൾ ജനിച്ചപ്പോൾ തുടങ്ങി പോരുന്ന കത്തോലിക്ക സഭയിൽ ഒരു ദിവസം പോലും ഞാൻ ദൈവവചനം കേട്ട് ഞാൻ കരഞ്ഞിട്ടില്ല. അവിടെ പോയി നമ്മൾ കരഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്നറിയേ? നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അവിടെ പോയിരുന്നിട്ട് കരയാൻ നല്ല സ്ഥലമാണല്ലോ ദൈവം, അവിടെ ആലയം എന്ന് പറയുമ്പോൾ അവിടെ പോയത് കരഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒരിക്കൽ പോലും നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് നമുക്ക് കരഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടോ എനിക്കറിയത്തില്ല, പക്ഷെ എനിക്കില്ല. പക്ഷേ അന്ന് കരയാത്ത കരച്ചിൽ ഇന്ന് പലപ്പോഴും നമ്മൾ സഭയിൽ ആരാധന നടക്കുമ്പോൾ നമ്മൾ സഭയിലേക്ക് കടന്നു പോകുമ്പോൾ കണ്ണുനീരോടെ നമുക്ക് ദിവസം നിൽക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? നമ്മളെ മാറ്റുന്ന, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മളെ മോൾഡ് ചെയ്യുന്ന ദൈവത്തിന്റെ വചനം നമ്മളിലേക്ക് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഓരോ ദിവസം കഴിയുമ്പോൾ ഇത് എങ്ങനെയാ നമ്മൾ ഒരു കുശവൻ തന്റെ കലം കയ്യിൽ വെച്ച് ചെളിയൊക്കെ ഉടച്ച് അതിലുള്ള കീടങ്ങളൊക്കെ പറക്കി കളഞ്ഞ് കയ്യിൽ വെച്ച് ഷേപ്പ് ചെയ്ത് എടുക്കുന്ന പോലെ ദൈവത്തിന്റെ വചനം ഓരോ ദിവസം നമ്മളെ ഷേപ്പ് ആക്കിക്കൊണ്ടേയിരിക്കുക. ആ ഷേപ്പ് ആരെ പോലെ ആയിരിക്കും എന്നറിയോ? ആരുടെ ഷേപ്പിലൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന രൂപമൊക്കെ ഇങ്ങനെയൊക്കെ നമ്മുടെ മോഹം തൊലിയും ഇതൊക്കെ മാറുന്നെങ്കിലും, പക്ഷേ ഈ വചനം നമ്മളെ ഷേപ്പ് ചെയ്യുന്ന ആരെ പോലെയാണെന്നറിയോ? ക്രിസ്തുവിനെ പോലെ, കർത്താവ് യേശു ക്രിസ്തുവിനെ പോലെ നമ്മളെ ഷേപ്പ് ആക്കിക്കൊണ്ടിരിക്കുക. യെസ്, ഇൻ ക്രൈസ്റ്റ് ഇമേജ്. അത് തന്നെ. ദൈവത്തിന് സൗമ്യ എനിക്ക് മെസ്സേജ് ദൈവത്തെ കർത്താവ് യേശു ക്രിസ്തുവിനെ പോലെ നമ്മൾ ഷേപ്പ് ആക്കിക്കൊണ്ടിരിക്കുക ഓരോ ദിവസം. നമുക്കിത് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ലായിരിക്കും. ഇവിടെ തന്നെ ഈ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത് എന്നിട്ട് മനുഷ്യപുത്ര നീ അവരോട് പ്രവചിച്ച് പറയേണ്ടത് നമ്മുടെ യെഹെസ്കേൽ പ്രവാചകനോട് ദൈവം കർത്താവ് പറയുന്നതാണ്. അല്ലെ യഹോവയാൻ ദൈവം പറയുന്നത്. കാരണം വെച്ചാൽ ഇന്നും ഈ ദൈവം നേരിട്ട് പോയി മനുഷ്യരോടല്ല ഇത് പറയുന്നത്. അവിടെ ദൈവം ആക്കി വെക്കുന്ന പ്രവാചകന്മാരുടെ, ദൈവത്തിന്റെ നാവായിരിക്കേണ്ടവർ, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി സംസാരിക്കേണ്ടവർ, അവരിലൂടെ ഇത് പറയുന്നത്. ഇവിടെ വീണ്ടും കർത്താവ് യഹോവയായ ദൈവം യെഹെസ്കേൽ പ്രവാചകനോട് നീ അവരോട് പോയി പറയണം. ഇന്ന് നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. തെറ്റ് ചെയ്യുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹിതപ്രകാരമല്ല നടക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ദൈവം പറയണം നീ അവരോട് പോയി പറയണം എന്ന് പറഞ്ഞാൽ ഒരു മടിയും വിചാരിക്കാൻ പോയി പറയണം. ഇന്നത് പറയാനായിട്ട് ആൾക്കാർ റെഡി അല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴത്തെ. അയ്യോ ഞാൻ പോയി പറയണോ? ഞാൻ പറഞ്ഞ നാളെ അവരെന്നെ പ്രാഗത്തില്ലേ? അവരെനിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കില്ലേ എതിരെ ഇരുന്ന്? അല്ലെ അവരെ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യം. ഞാൻ ചോദിക്കുന്നത്, നിന്നോട് പറയുന്നത് ആരെ പറയുന്നത് വെച്ചാ സർവശക്തനാ ദൈവം പറഞ്ഞപ്പോൾ നീ ആരെയാ ഭയപ്പെടുന്നത്? അന്നത്തെ പ്രവാചകന്മാരുടെ ധൈര്യം ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് പ്രവചനമൊക്കെ വായിക്കുന്ന സമയത്ത് ദൈവമേ ഒരു ദിവസം ഇതുപോലെ പ്രവാചകനായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു. 50 വർഷമൊന്നും ജീവിക്കണ്ട. ഹല്ലേലൂയ. ഒരു വർഷം മതി. ഹല്ലേലൂയ. അല്ലെ ഒരു ദിവസം മതി. ഹല്ലേലൂയ. 10 പേരെ ഒന്ന് മാനസാന്തരത്തേക്ക് നടത്താൻ പറ്റുമെങ്കിൽ നമ്മുടെ ശുശ്രൂഷ കൊണ്ട് ഹല്ലേലൂയ 10 പേരെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ നേട്ടമെന്നേ. 10,000-കണക്കിന് ആൾക്കാർ നേടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഇവിടെ പറയുന്നത് നീയ മനുഷ്യ സ്വന്തം വിചാരം പ്രവചിക്കുന്ന നിന്റെ ജനത്തിന്റെ പുത്രിമാരുടെ നേരെ നിന്റെ മുഖം തിരിച്ചവർക്ക് വിരോധമായി പ്രവചിച്ച് പറയുന്നത് യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചത് ദേഹികളെ വേട്ടയാടേണ്ടതിന് കയ്യേപ്പുകൾക്കൊക്കെയും രക്ഷകളും ഏത് പൊക്കത്തിലുള്ളവരെ തലയ്ക്ക് തക്ക മൂട്ടുപടങ്ങൾ ഉണ്ടാക്കുന്ന സ്ത്രീകൾക്ക് അയ്യോ കഷ്ടം. നിങ്ങൾ എന്റെ ജനത്തിന്റെ ചില ദേഹികളെ വേട്ടയാടിക്കൊല്ലുകയും നിങ്ങളുടെ ആദായത്തിനായി ചില ദേഹികളെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യുന്നു. ചിലതിനെയൊക്കെ വേട്ടയാടി കൊല്ലുന്നു, പക്ഷെ ചിലതിനെയൊക്കെ അവർക്ക് ആദായത്തിന് വേണ്ടി രക്ഷിക്കുന്നു. മറ്റൊരിടത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്കത് വായിച്ചപ്പം ഇവിടെ പറയുന്ന ദേഹികളെ ജീവൻ രക്ഷിക്കുന്നത്, മരിക്കരുതാത്ത ദേഹികളെ കൊല്ലേണ്ടതിനും ജീവിച്ചിരിക്കരുതാത്ത ദേഹികളെ ജീവനോട് രക്ഷിക്കണം. നിങ്ങൾ ഫോഷ്ക് കേൾക്കുന്നു. എന്റെ ജനത്തോട് ഫോഷ്ക് പറയും, എന്റെ ജനത്തിന്റെ ഇടയിൽ ഒരു പിടി യവത്തിനും ഒരു അപ്പക്കഷ്ണത്തിനും വേണ്ടി എന്നെ അശുദ്ധമാക്കിയിരിക്കുന്നു. അപ്പം എന്താ യഥാർത്ഥത്തിൽ ഇവര് ചെയ്യുന്നേ? ഇവിടെ പറഞ്ഞ ഒരു പിടി യവത്തിനും ഒരു അപ്പക്കഷ്ണത്തിനും വേണ്ടി എന്നെ അശുദ്ധനാക്കിയിരിക്കുന്ന ആരെ? സാക്ഷാൽ സർവശക്തനായ ദൈവത്തെ. ഇന്ന് നമ്മൾ കേൾക്കുന്ന പലപ്പോഴും പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു കേട്ടോ ഇങ്ങനെ പറയാന്ന് പറയുമ്പോൾ അല്പം കിട്ടുന്ന അരനേരം കിട്ടുന്ന ഇത്തിരി പൈസയ്ക്ക് വേണ്ടി അല്ലെ മറ്റെന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരെ കള്ളനാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനെ കള്ളനാക്കി മാറ്റുക. ഇവിടെ പറയുന്ന ഒരു പിടി യവത്തിന് അപ്പത്തിന് വേണ്ടിയിട്ട് എന്നെ എന്താക്കി?
ഭോഷ്ക് പറയുന്നതാക്കി മാറ്റിയെന്ന് പറയുന്നവർക്ക്, എന്നെ അശുദ്ധനാക്കി മാറ്റിയെന്ന് പറയുന്നത് ഇന്നും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ പറയാത്തൊരു കാര്യം എന്റെ പേരിൽ ഒരാളോട് പറഞ്ഞാൽ കേൾക്കുന്ന നമുക്ക് എത്ര വേദനയാ. അയ്യോ, ഞാൻ അങ്ങനെ കാര്യം അറിഞ്ഞിട്ട് പോലും ഇല്ല, ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല, എന്നിട്ട് അവർ പറയുന്നേട്ടോ ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് ഇത് എത്ര വേദനയാണ് നമുക്ക്. ആണോ? ആണോ? അതാദ്യം ആ ഒരു കുഴപ്പമില്ല, അവരെന്നെ കുറിച്ചില്ല പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടും പറഞ്ഞിട്ട് എനിക്ക് പ്രശ്നമില്ല, ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? നമ്മൾ പറഞ്ഞൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് അത്രയും പ്രയാസം. നമ്മൾ പറയാത്തൊരു കാര്യം, നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്തൊരു കാര്യം, നമ്മൾ ആലോചിക്കാത്തൊരു കാര്യം നമ്മുടെ പേരിൽ മറ്റൊരാൾ പറയുമ്പോൾ അല്ല നമുക്ക് എല്ലാവർക്കും വേദനയാണ്. കാരണം എന്നിട്ട് അവർ പറഞ്ഞത് നുണയാണ്, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ലെ ഭയങ്കര വിഷയം. അപ്പൊ അത് നമുക്ക് ചില ആൾക്കാർക്കൊക്കെ സഹിക്കാൻ പറ്റത്തില്ല. അല്ലെ എനിക്കൊക്കെ പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റത്തില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞു അല്ലെ എന്റെ നുണ പറഞ്ഞു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെ അത് പിന്നെ മനസ്സിൽ ഇങ്ങനെ കിടക്കും, അല്ലെ ഭയങ്കര സങ്കടം. പക്ഷെ ഞാൻ ചോദിക്കുന്നേ, അല്ലെ പരിശുദ്ധാത്മാവിനെ വ്യാജം, പരിശുദ്ധാത്മാവിന്റെ പേര് വ്യാജം പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിക്കുകയോ ഇല്ലയോ? ഓ, പരിശുദ്ധാത്മാവ് ദുഃഖിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടക്കുന്നോ അല്ല ആ കൂട്ടുകാരോ അല്ലാണോ എന്ന് ചോദിക്കും. അല്ലെ പരിശുദ്ധാത്മാവ് വ്യക്തിയാ, പരിശുദ്ധാത്മാവിന് ദുഃഖമുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ. ഹാലലൂയ. പരിശുദ്ധാത്മ ദുഃഖമുണ്ട്, ഉണ്ട്, സങ്കടം വരും. ഹാലല്ലേ. പക്ഷേ ഇത് മനസ്സിലാക്കാതെ ഇവിടെ പറയുന്ന ദൈവം കർത്താവ് പറയുന്നത് എന്നെ അശുദ്ധനാക്കി എന്ന് പറയുന്നത് പരിശുദ്ധാത്മ എന്ന് പറയുന്നുണ്ട്, എന്നെ കള്ളനാക്കുക നിങ്ങളെല്ലാം ഓരോ ദിവസം കഴിയുന്നോന്ന് പറഞ്ഞാലോ. അടുത്ത നമ്മൾ താഴെ ഇവിടെ 22-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ദുഃഖിപ്പിക്കാത്ത നീതിമാന്റെ ഹൃദയത്തെ നിങ്ങൾ വ്യാജങ്ങളെ കൊണ്ട് ദുഃഖിപ്പിക്കുകയും തന്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് ജീവരക്ഷ പ്രാപിക്കാതെ വേണം ദുഷ്ടനെ നിങ്ങൾ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇനി വ്യാജം ദർശിക്കുകയോ പ്രശ്നം പറയുകയോ ചെയ്യുകയില്ല. ഞാൻ എന്റെ ജനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിടുവയ്ക്കും, ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. ഇവിടെ പറയുന്ന രണ്ട് ഹാലയിലെ കാര്യങ്ങൾ ഇവർ ഒരേ സമയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദുഃഖിപ്പിക്കാത്ത നീതിമാന്റെ ഹൃദയത്തെ നിങ്ങൾ ദുഃഖിപ്പിക്കും. ചില ആൾക്കാരെയൊക്കെ എങ്ങനെയൊക്കെ കുത്തണം, എങ്ങനെയൊക്കെ വെട്ടണം, എങ്ങനെയൊക്കെ അടിച്ചിരുത്തണം എന്ന് വിചാരിച്ച് അവരെ ഓരോന്ന്. അടുത്ത പറയുന്ന ദുഷ്ടന്മാരെ ഒരു കൂട്ടരുണ്ട്, തന്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് ജീവരക്ഷയ്ക്ക് പ്രാപിക്കാതെ ദുഷ്ടനെ നിങ്ങൾ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ കാര്യമാണ് സെലിബ്രിറ്റികളെ കൊണ്ടുവന്ന് ദൈവസഭയിൽ പിടിച്ച് കയറ്റി നിർത്തി അവരെ കൊണ്ട് സാക്ഷ്യം പറയിക്കുന്നതിലൂടെ ഇവിടെ പറയുന്ന ഈ സംഭവം നടക്കുന്നത്. ദുർമാർഗം വിട്ടുതിരിയണമെന്ന് അവർ ഹൃദയത്തിൽ ഇച്ചിരിയെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അതും കൂടി ഇല്ലാതാക്കി കളയുക ചെയ്യുന്നത്. കാരണം എന്താ? ദൈവദാസന്മാരെ കെട്ടി എഴുന്നള്ളിപ്പിച്ച് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അവർ വിചാരിക്കുന്നത് അവർ വലിയ സംഭവമാണെന്ന് വിചാരിക്കും. അപ്പൊ കാണുന്ന ജനത്തിന് ഇത് കൊടുക്കുന്ന നെഗറ്റീവ് മെസ്സേജ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനെയൊക്കെ നടന്നാൽ മതി. അവർ പബ്ലിക് ഫിയർ ആയതുകൊണ്ട് അവർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാം, വീട്ടിൽ ഇരുന്നാൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ അങ്ങനെയുള്ളവരെ അവരുടെ ഹൃദയത്തിലെങ്കിലും അവരെ ഉപദേശിച്ചവരെ ദുർമാർഗം വിട്ടുതിരിയാൻ ആക്കേണ്ടുന്നവൻ തന്നെയാണ്. അതിനിട കൊടുക്കാതെ അവരെ എന്താ ചെയ്യുന്നത്? അവരെ ദുഷ്ടനെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുക. അപ്പൊ നിന്റെ സ്വഭാവം ഒന്നും മാറ്റണ്ട, ഇങ്ങനെയൊക്കെ നടന്നു, നീ മനസ്സാന്തരപ്പെടും വേണ്ട, ഇനിയിപ്പോ സ്നാനപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞങ്ങളുടെ സഭയിലൊന്നും വന്ന് നീ യേശുവിനെ വിശ്വസിക്കുന്നു, നിനക്ക് പ്രാർത്ഥിച്ചപ്പോൾ നിനക്ക് അത് ലഭിച്ചു, പ്രാർത്ഥന ഇത് ലഭിച്ചു, ഞാൻ പ്രവചിച്ചത് ഇന്നതുപോലെ തന്നെ നടന്നു എന്നൊക്കെ നീ ഒന്ന് പറഞ്ഞാൽ മതി. എവിടേക്കാണ് ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ദൈവസഭ? ഇതിനൊക്കെ ശിക്ഷയുണ്ട് എന്ന് തന്നെ ഇവിടെ ഇന്നലെ ഈ ഭാഗം എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ഭയം തോന്നി. കാരണം നമ്മളൊക്കെ പ്രവചിക്കുന്നവരാണ്, നമ്മളൊക്കെ വെളിപ്പാട് കാണും, നിങ്ങളോട് അറിയിക്കുന്ന ഇതൊക്കെ പറയുമ്പോൾ ദൈവം കാണിക്കാത്ത എന്തെങ്കിലും സ്വന്തം ബുദ്ധിയെ കണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മറുപടി നിങ്ങളല്ല ഞാൻ പറയേണ്ടി വരും. മനസ്സിലാകുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ എന്തുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ പലപ്പോഴും ദൈവം ശുശ്രൂഷകരെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സംസാരിക്കണം. ശുശ്രൂഷിക്കുന്നവർ എങ്ങനെ? കാരണം വെച്ചാൽ എനിക്കറിയാം നമ്മുടെ ഗ്രൂപ്പിൽ ശുശ്രൂഷക്കാരല്ലാത്ത ആരും കടന്നു വരാറില്ല. പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാര്യസാധ്യത്തിന് വേണ്ടി കടന്നു വരുന്നവരൊക്കെ കടന്നു വരും, അതുപോലെ തന്നെ മടങ്ങി. പക്ഷെ ഇതിൽ സ്ഥിരമായി നിൽക്കുന്നവർ ശുഷ്കാന്തിയോടെ ഇതിനു വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ എല്ലാവരെയും ദൈവം ശുശ്രൂഷയ്ക്കായി കണ്ടിരിക്കുന്നവരാണ്. നിങ്ങളൊക്കെ ദൈവത്തിന്റെ വേലക്കാരാണ്. വേലക്കാർ ഇങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം കൃത്യമായി പഠിപ്പിക്കും. കാരണം ഒരു വിശ്വാസി എങ്ങനെയൊക്കെ അവിടെ ഇവിടെ ഓടി നടക്കുന്നവർ എങ്ങനെ നടക്കണം, ജാതികൾ എങ്ങനെ നടക്കണമെന്ന് പഠിപ്പിച്ചില്ല എങ്കിൽ പോലും പക്ഷെ ദൈവത്തിന്റെ നാവായിരിക്കണം, എങ്ങനെ ആയിരിക്കണമെന്ന് കൃത്യമായി ദൈവം നമ്മളെ പഠിപ്പിക്കും. അല്ലാത്തവർക്ക് കാട്ടി കിട്ടാറുമുണ്ട്.
ഹാല നമ്മളൊക്കെ ചുറ്റുപാട് നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മിന്നിത്തിളങ്ങി ഹാലയിൽ ഇങ്ങനെ നിന്ന് പ്രകടനമൊക്കെ നടത്തി നിന്നവരൊക്കെ ഇന്ന് എവിടെ? അഡ്രസ് പോലും ഇല്ലാതായിട്ടുണ്ട് പലരും. ഹാലേലിയ. അവിടെയൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഹാലേലിയ, അവര് ദൈവത്തിന്റെ ദർശനങ്ങളെ മറന്ന് ദൈവം കാണിക്കാത്തത് കാണുകയും സ്വന്തം ഹൃദയത്തിൽ നിന്ന് ചിന്തിച്ച് മറ്റുള്ളവരെ അതിലേക്ക് നടത്തി. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ എപ്പോഴും ഭയത്തോടും വിറയലോടും കൂടി, അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? വേണ്ടും പോലെ സംസാരിക്കണം, ദൈവത്തിന്റെ വചനം ലഭിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ അത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ വചനം നമുക്ക് ലഭിക്കും. നമുക്ക് അതിലേക്ക് തന്നെ മടങ്ങി വരാം, നമ്മുടെ എഫേസ്യ ലേഖനത്തിലേക്ക് തന്നെ. ഇവിടെ പറയുന്നത് ഹല്ലേലൂയ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷ ഒരുക്കം കാലിൽ ചെരുപ്പാക്കുകയും എല്ലാറ്റിനും ഇതേ ദുഷ്ടന് തീയമ്പുള കിടക്കുകയും തക്കോണം വിശ്വാസ പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. രക്ഷയെന്ന ശിരസ്ത്രവും ദൈവോചന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. ഹാലയില് സകല പ്രാർത്ഥനകളും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട്. അപ്പൊ ഏത് നേരത്തും നമ്മൾ എന്ത് വേണമെന്നറിയാം? ആത്മാവിൽ പ്രാർത്ഥിക്കണം. വെറുതെ പ്രാർത്ഥിച്ച പോലെ അതിനുവേണ്ടി ജാഗരിക്കണം. ഹാലയില്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓരോ ദിവസം കഴിയും തോറും ദൈവത്തിന്റെ അനുസരണയുള്ള മക്കളുമായിരിക്കുന്ന ദൈവത്തിന് ഇഷ്ടം. ഈ അനുസരണമുള്ള മകനും, ഞാൻ കഴിഞ്ഞ ആഴ്ച വചനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ദൈവഹിതം തിരിച്ചറിയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ദൈവത്തിന്റെ മനസ്സ് നമുക്ക് പൊഴിച്ചു തരുന്ന എല്ലാം കൂടെ വെച്ചാൽ ദൈവത്തിന്റെ വചനത്തിലൂടെ തന്നെ അത് പറഞ്ഞായിരുന്നു. വചനം ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ്. ദൈവശബ്ദം നമ്മളെ നേരിട്ട് ഓഡിയോ സൗണ്ട് എല്ലാവരും ദൈവശബ്ദം കേൾക്കാറൊന്നുമില്ല. ഹാലിൽ അതുപോലെ ബാക്കിയുള്ള രീതിയിൽ വെളിപ്പാടുകൾ ദർശനങ്ങളിലൂടെ ഒക്കെ ദൈവം നമ്മളോട് സംസാരിക്കും. പക്ഷെ അതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിൽ തന്നെ. അതുപോലെ ഏറ്റവും കാതലായ പ്രവചനം ഏതാണെന്ന് വെച്ചാൽ അതും വചനമാണ്. പ്രവചനം എന്നാണ്. വചനത്തിൽ കിടക്കുന്ന നമ്മളോടുള്ള അരുളപ്പാടുകൾ തന്നെയാണ് നമ്മളോടുള്ള പ്രവചനം. അതുകൊണ്ടാ പറഞ്ഞ ദൈവം പറയാത്തത് പറയുന്നു. ദൈവത്തിന്റെ ശബ്ദം ഓഡിയോ സൗണ്ട് കേട്ടേക്കുന്ന എത്ര പേരിനകത്ത് വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. പക്ഷേങ്കില് ദൈവത്തിന്റെ വചനം കേൾക്കാത്ത എത്ര പേരെന്ന് വെച്ച് ഇതിനകത്ത് ആരും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ഈ കേൾക്കുന്നത്, നമ്മൾ ഓരോ ദിവസവും വായിക്കുന്നത്, ഓരോ ദിവസം പഠിക്കുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നവർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അത് നമ്മളെ ഇതിലേക്ക് നടത്തണമെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ അനുസരണമുള്ള മകനും മകളുമാക്കണം. നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. മക്കളും പ്രിയമക്കളും ഉണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്ന പ്രിയ മക്കളാണ് എന്താണ്? ഗുഡ് ബുക്ക് കയറി പറ്റണം അല്ലേ നമ്മളൊക്കെ? ഹല്ലേലൂയ. അവിടെയാണ് നമ്മൾ ഒബീഡിയന്റ് ആകണമെങ്കിൽ നമ്മൾ അനുസരിപ്പിക്കുന്നത് പേടിപ്പിച്ചിട്ടല്ല, വടിയെടുത്തിട്ടല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കി നമ്മൾ അനുസരിക്കണം. ആ സ്നേഹം എഴുതുകയാണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനത്തിലാ ഉള്ളത്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ വെള്ളിയാഴ്ച തന്നെ പറയാം, നമ്മൾ ശനിയാഴ്ച പ്രാർത്ഥനയൊത്ത് എല്ലാരും പ്രാർത്ഥിക്കാൻ പറയാം അല്ലേ? എന്തിനാ പ്രാർത്ഥിക്കാൻ പറയുന്നത്? നമ്മൾ വന്ന് വലിയ പ്രകടനമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. രാവിലെ ഉണർന്ന് എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ദൈവ വചനം നമ്മുടെ വായിന്ന് വരണം. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇത്തിരി ഉഴപ്പൊക്കെ ആയിരുന്നു. ഉഴപ്പെന്ന് പറയാൻ പറ്റത്തില്ല, ഒന്ന് ഉണ്ടായി. പിന്നെ ക്ലൈമറ്റ് ഭയങ്കര മഴയും മഹാലയൊക്കെ ഇരിക്കാൻ നമുക്ക് വചനമൊക്കെ രാവിലെ എണീറ്റ് ഡ്രസ്സൊക്കെ മാറി വന്നത് വചനമൊക്കെ പറയാനായിട്ട് മടിയൊക്കെ ആയിരുന്നുകൊണ്ട് ഇപ്പൊ എന്നും എല്ലാവരും കൂടെ വചനമൊക്കെ പറഞ്ഞ ക്ലാസ് പോലെയൊക്കെ ആയിട്ട് നമ്മള് അത് ഓരോരുത്തരോരുത്തർ പ്രബോധിപ്പിക്കുന്നതിലൊക്കെ പോയി. പക്ഷേ ഇന്നലെ ഇവിടുത്തെ അമ്മയ്ക്കും മരുന്ന് മേടിക്കും മെഡിക്കൽ ഷോപ്പിൽ ചേച്ചി ഇപ്പൊ യൂട്യൂബിൽ കാണുന്ന എല്ലാ ദിവസവും കാണുന്നില്ല, എല്ലാ ദിവസവും ഇപ്പൊ മീറ്റിംഗ് ഇല്ലേ, അല്ലെങ്കിൽ ഇതില്ലേ? ഒരു ഹിന്ദു പെങ്കൊച്ചത്. ഹല്ലേലൂയ. അപ്പൊ അവരൊക്കെയും ഹല്ലേലൂയ ഇത് നോക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലായപ്പോ ഞാൻ കേൾക്കാറുണ്ട്. പക്ഷേ ഇപ്പൊ ഒരാഴ്ചയായിട്ടൊക്കെ കാണുന്നില്ലല്ലോ ചേച്ചി, എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഒന്നുമില്ല, മഴയൊക്കെ ആയാലും മടി പിടിച്ചതാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ മാത്രമല്ല ഇത് കേൾക്കുന്നതെന്ന് ആലോചിക്കണം. ചിലപ്പോൾ വചനം അറിയാത്തവരിത് കേൾക്കും.
ഇതറിയാത്തവരും കേൾക്കുമ്പോൾ അവർ ഉള്ളിലേക്ക് ഹാലേലിയ എന്തെങ്കിലും ഒരു മാറ്റം ഇതുകൊണ്ട് വരണം. ഞാൻ ചോദിക്കും, ഒരു മാറ്റം വന്നില്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യുമോ? ഇല്ല. നമ്മളിപ്പോ ഇപ്പൊ എന്ത് വിഷയമാണ്, സോഷ്യൽ മീഡിയ ആണ്, എന്താണെങ്കിലും ആൾക്കാർ എന്തുകൊണ്ട് അതിന് മുമ്പ് ടൈം സ്പെൻഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അല്പസമയമെങ്കിലും ഹൃദയത്തിന് സന്തോഷം കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ സാഹചര്യം മറക്കാനൊക്കെ. അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലെങ്കിൽ പോലും അവർ അതിന് മുമ്പ് സമയം സ്പെൻഡ്. പക്ഷേ അങ്ങനെയുള്ള എന്റർടൈൻമെന്റ് മുമ്പ് പിന്നെ ആൾക്കാർ അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യും. പക്ഷേ ദൈവവചനത്തിന് മുമ്പിൽ അവർ ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അവർക്ക് എവിടെയൊക്കെ ഇത് അവരുടെ ജീവിതത്തെ എഫക്ട് ചെയ്യുന്നത് തോന്നണം. നമുക്ക് വലിയ വ്യൂവേഴ്സും വലിയ സബ്സ്ക്രൈബേഴ്സും ഒന്നുമില്ല, പക്ഷെ ഉള്ളവരൊക്കെ അത് കേൾക്കുമ്പോൾ ഹാലേലിയ അത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെന്നുള്ളതാണ് വലിയ കാര്യം. ഹാലലൂയ. അപ്പൊ ഇവിടെ നമ്മളുടെ ഹാലെ അതുകൊണ്ട് ദൈവവചനത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഹാലയ നമ്മൾ എല്ലാവരും ഒന്ന് അറിയണം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ ഹാലല്ലേ വചനം വായിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം. വചനം വായിച്ചാൽ പോരാ, കടമ നിർവഹിക്കുന്ന വായിച്ചാൽ പോരാ, അവരത് മെഡിറ്റേറ്റ് ചെയ്ത് അവർക്ക് കിട്ടുന്ന റെവലേഷൻസും കൂടെ ഹാലയിലിയ അവരൊരു ബുക്ക് എടുത്ത് എഴുതി വെക്കാൻ പറയണം. എനിക്കില്ലാത്തൊരു സ്വഭാവം അത് കേട്ടോ ഹാലയിലെ. കാരണം ഞാൻ എന്തെങ്കിലും ആ റെവലേഷൻ കിട്ടിയ ആ ബുക്ക് ആ ബൈബിളിന്റെ സൈഡിലോട്ട് തന്നെ അതുമേലെ 2 വരയൊക്കെ വരച്ച് ഹാലയിൽ എവിടെന്നെങ്കിലുമൊക്കെ ഒന്ന് കുത്തിവെച്ചാൽ മതി. അല്ലെ എന്തെങ്കിലും ഒന്ന് കുറിച്ച്, പക്ഷെ അത് എനിക്കത് പിന്നീട് ആ ഭാഗം എത്തുമ്പോൾ എനിക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് അല്ലെ, പക്ഷെ അങ്ങനെ ആകരുത് എല്ലാവരും ഹാലയിലെ. ഞാൻ ഇപ്പൊ വേറെ ഡയറിയൊക്കെ എടുത്ത് എഴുതാൻ തുടങ്ങിയിട്ട് ഹാലയിലെ എപ്പോൾ തുടങ്ങിയ അന്ന് കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊന്ന് നമ്മുടെ ചെങ്ങന്നൂർ ജോളിയാൻ്റെ വീട്ടിൽ ജിത്തു എനിക്കൊരു അവരുടെ കടയുടെ ഡയറി തന്നിരുന്നു. അന്ന് കൊണ്ടുവച്ചിട്ട് എടുത്തോളം 2025 എഴുതിയിട്ടില്ല, ഒരു ദിവസം എഴുതി മാറ്റി വെച്ചതാ. പക്ഷെ ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും ഡയറി എഴുതാൻ തുടങ്ങി ഹാലയെ. കാരണം വചനം വായിക്കുമ്പോൾ ഡയറി എടുത്ത് വെച്ചിട്ട് കിട്ടുന്ന അതിന്റെ ഭാഗം അവിടേക്ക് എഴുതിയിടാൻ തുടങ്ങി. ഹാലൂയ. അതാണ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് ഹാല എഴുതിയിടുമ്പോൾ. ഇവിടെ അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതി വെക്കുമെങ്കിൽ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ചിലപ്പോൾ അന്ന് കിട്ടുന്ന വചനം നമ്മൾ അന്ന് തന്നെ ചിലപ്പോൾ പറയാറൊന്നുമില്ല ഹാലയില്. കാരണം വെച്ചാൽ വേറെ എന്തെങ്കിലും രാവിലെ എഴുന്നേറ്റ് വേറെ എന്തെങ്കിലും ദൈവം തന്നാൽ അപ്പൊ അത് പറയും, തലേദിവസം തരുന്ന ഇവിടെ മാറ്റി വെക്കും ഹാലയില്. അപ്പൊ അത് പിന്നീട് നമുക്ക് ഓർമ്മ വന്ന് നോക്കാനൊക്കെ നല്ല ഡയറി. അപ്പൊ അതുകൊണ്ട് ഡയറി ഒക്കെ എഴുതുന്നത് നല്ലത് തന്നെ. വചനത്തിന്റെ റെവലേഷൻസ് ഒക്കെ എഴുതുന്നത്, ഡയറി കുറിപ്പ് എഴുതാനല്ല ഞാൻ പറഞ്ഞു, വചനത്തിലല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ഭാഗമാണ് ഇത് ഹാലയിലെ. കാരണം വെച്ചാൽ നമ്മുടെ ഹാലയിലെ ആമീൻ നമ്മൾ ദൈവസന നിൽക്കുമ്പോൾ എങ്ങനെ നിൽക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ട് നമുക്കൊരു പോരാട്ടമുണ്ട് എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ട് അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു വന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ ഒരു പ്രാർത്ഥനാ വിഷയം പറയും. നമ്മളെങ്ങനെ ആയിരിക്കണം, നമ്മളെങ്ങനെയൊക്കെ ദിവസം നിൽക്കണം ഹാലലി എന്ന് പറഞ്ഞിട്ട് പണ്ട് ഒരാഴ്ച വിജയേന്ദ്ര പാസ് പറഞ്ഞ് എനിക്ക് ഓർക്കുമ്പോൾ ചിരി വരും. ഹാലെ നമുക്ക് ഹാലയിലെ പോരാട്ടമുള്ള ജനരക്തങ്ങളുള്ള വാഴ്ചകളോടും അധികാരം ഈ ലോകത്തിന്റെ അന്ധകാരത്തെ അധിപതി ലോകത്തിൽ ദുഷ്ടാത്മ സേനയോട് ആരോട് ചോദിച്ചാൽ ഇത് ചാടി പറയും കാണാത്ത. പക്ഷെ എന്നാ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അടുത്തുള്ള വാഴ്ച ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളുള്ള വാഴ്ചകളോടും അധികാരം. നീ നിൽക്കുന്ന സ്ഥലത്ത് വാഴ്ച ഏതാ അറിയില്ല. അപ്പൊ നീ ആരോടാ പോരാടുന്നത്? അതും അറിയത്തില്ല ഹാല. പക്ഷെ പോരാട്ടമുണ്ടോ? ഉണ്ട്. ഹാലലൂയ. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ശത്രു ആരാന്ന് തിരിച്ചറിയാൻ നമ്മൾ പോരാടിയിട്ട് എന്താ കാര്യമുണ്ട്? അതിന് നമ്മൾ പറയും ഹാലയിലെ വെറുതെ നമ്മൾ ഹാലയിലെ എന്താ പറയാ ഹാലയില ചുമ്മാ യുദ്ധം ചെയ്യുന്നവരാ ഹാലയിലെ. അങ്ങനെ ആകരുത് നമ്മൾ ഹാലി. നമ്മൾ കണ്ട് അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് തന്നെ നമ്മുടെ ശത്രു ആരാണെന്ന് അറിഞ്ഞിട്ട് വേണം അതിനുമായിട്ട് യുദ്ധം ചെയ്യാൻ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഏത് നേരം ആത്മാവിൽ പ്രാർത്ഥിക്കുക മാത്രമല്ല ജാഗരിക്കണം. ഹാലെ ജാഗരിക്കാൻ നമുക്കറിയാലോ, വളരെ ശ്രദ്ധയോടുകൂടി ഏതായാലും ശത്രു വരുന്നുണ്ടോ, അല്ലെ ആരെങ്കിലും ഇങ്ങോട്ട് എത്തി നോക്കുന്നു, ആരെങ്കിലും ഇങ്ങോട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ടോ. ഇപ്പൊ യുദ്ധം നടന്നു നമുക്കറിയാം. അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഹാലയിലിയ മിസൈൽ അങ്ങനെ ഇവിടുന്ന് വിടുന്നുണ്ടോ, ഇവിടുന്ന് പൊങ്ങുമ്പോഴേ അവിടെ സൈറൺ മുഴക്കണം. എന്താ കാര്യം? പിന്നെ അതിനെ എതിർക്കാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തു വെക്കണം. ഇത് വന്നു കഴിഞ്ഞ് എങ്ങനെയാണ് നിർവീര്യമാക്കുന്നത്? ഇതൊക്കെ എങ്ങനെയാ ജാഗരിച്ചുകൊണ്ട് കാണാൻ പറ്റത്തുള്ളൂ, അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഏതെന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ചെയ്യണം. നമ്മൾ 2 മണിക്കൂർ ആത്മാവിൽ പ്രാർത്ഥിച്ചു, 3 മണിക്കൂർ ആത്മാവിൽ പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല. ആത്മാവിൽ പ്രാർത്ഥിക്കണം, ആത്മമണ്ഡലത്തെ കണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും ആത്മമണ്ഡലത്തെ കാണാൻ ശ്രമിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ശത്രു എപ്പോഴും ഇരുട്ടിന്റെ മറ പറ്റിയാണ് അവന്റെ പ്രവൃത്തികൾ മുഴുവൻ നടക്കത്തുള്ളൂ. ഹാലയിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ ദൈവത്തിന്റെ തിരുമുഖം നമ്മൾമേൽ പ്രകാശിക്കുമ്പോൾ എന്ത് സമയം പ്രകാശം വരുമ്പോൾ ഇരുട്ടിലിരിക്കുന്നതിനെ കാണാൻ പറ്റും. പക്ഷെ ഈ പ്രകാശത്തിലൂടെ തന്നെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, അതിന്റെ സാന്നിധ്യത്തിലിരുന്ന് പ്രാർത്ഥിക്കണം. ഞാൻ 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ അല്ലെങ്കിൽ 5 മണിക്കൂറോ ആത്മാവിൽ പ്രാർത്ഥിച്ചത് കൊണ്ടൊരു കാര്യമില്ല.
ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന 10 മിനിറ്റ് ആണെങ്കിലും അത് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ഗ്ലോറി മഹത്വത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഹാലേലിയ. അവൻ തുറന്ന സ്വർഗത്തിന്റെ നിന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ശത്രുവിന്റെ പദ്ധതികളൊക്കെ വെളിപ്പെട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും. അത് ജയമെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അതിനെ കൂടെ പോരാടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്താ, വചനം അറിയാം, തിയറിയൊക്കെ അറിയാം, നമ്മള് പറഞ്ഞു തന്ന് പ്രാർത്ഥിക്കും, എഴുന്നേറ്റും ഇരുന്ന പോലെ എഴുന്നേറ്റ് പോകും. സിസ്റ്റർ എത്രയും പ്രാർത്ഥിച്ചിട്ട് ദൈവാത്മ എന്തെങ്കിലും വെളിപ്പെടുത്തിയോ? ഇല്ല. ഹല്ലേലൂയ. അങ്ങനെ വെളിപ്പെട്ടില്ലെങ്കിൽ നമ്മൾ സാന്നിധ്യത്തിന് കീഴിരിക്കുന്നില്ല. സാന്നിധ്യം നമുക്ക് കാണിച്ചു തരും. കാരണം സാന്നിധ്യം ദൈവത്തിന്റെ പ്രകാശമാണ്, മുഖപ്രകാശം. ഈ പ്രകാശം വരുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ എന്താണെന്ന് വെളിപ്പെടും. എവിടെയാണ് നമ്മുടെ കുറവെന്ന് വെളിപ്പെടും, എവിടെയാണ് പ്രോബ്ലം എന്ന് വെളിപ്പെടും. അതുകൊണ്ട് ഏത് നേരത്ത് നിങ്ങൾ ആത്മാവിൽ അതിനായി ജാഗരിച്ചും കൊണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഹല്ലേലൂയ ആമേൻ സകല വിശുദ്ധന്മാർക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥന പൂർണ്ണ സ്ഥിരത കാണിക്കണം. നമ്മൾ നേരത്തെ ചിന്തിച്ച ഭാഗം അത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്ത് വേണമെന്നറിയാ? ഒരു സ്ഥിരത വേണം, ഒരു പൂർണ്ണത വേണം. ഇന്ന് എന്തൊക്കെയാ കിട്ടി വായെന്നൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചു, നാളെ വേറെ എന്തെങ്കിലും പ്രാർത്ഥിച്ചു, എവിടെയായത് എത്തിയോ, അത് നടന്നോ നടന്നില്ലയോ, അതെന്ത് സംഭവിച്ചില്ലയോ, ഇതൊന്നും നമുക്കറിയത്തില്ല. പൂർണ്ണതയില്ല, സ്ഥിരതയുമില്ലാത്ത പ്രാർത്ഥനകൾ കൊണ്ട് പ്രയോജനമില്ല. ഹാലേലൂയ. അപ്പൊ നമുക്കൊരു പൂർണ്ണത വേണം, ഒരു സ്ഥിരത വേണം. ഹാലേലൂയ. ഇവിടെ പറയുന്ന ഹാലേലൂയ. എന്നിട്ട് എനിക്ക് വേണ്ടി മാത്രമല്ല, സകല വിശുദ്ധന്മാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥന. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എപ്പോഴും സകല വിശുദ്ധന്മാരെ ഓർക്കണം. നമുക്ക് വേണ്ടി ഹാലേലിയ. ഇന്ന് ഈ ബൈബിളെങ്കിലും നമ്മുടെ കയ്യിൽ ഹാലേലിയ ഇങ്ങനെ ഇരിക്കത്തക്ക വണ്ണം എത്രയോ പേര് രക്തം ചൊരിഞ്ഞിട്ട് ഇത് ഈ ഒരു പുസ്തക രൂപത്തിൽ നമ്മുടെ കയ്യിലെത്തിയത്. എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ നമ്മൾ അതൊക്കെ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അൻമോള് ഹാലേലിയ ഇപ്പൊ പോകുന്ന പീഡിയാട്രിക് ക്ലിനിക് ഒരു കുഞ്ഞുങ്ങളുടെ കാര്യം വന്ന് പറയുമ്പോൾ അവരുടെ അവസ്ഥ അറിയുമ്പോൾ ഹാലേലിയ അവരായിരിക്കുന്ന ഹാലേലിയ അത് കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് ഹാലേലിയ. കാരണം നമ്മൾ ദൈവത്തിന് 100 കോടി നന്ദി പറയണം. കാരണം വെച്ചാൽ നമുക്ക് ദൈവം നല്ല ആരോഗ്യമുള്ള ഹാലേലിയ നല്ല സൗന്ദര്യമുള്ള ഹാലേലിയ, ബുദ്ധിയുള്ള ഹാലേലിയ, ശക്തിയുള്ള, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് എഴുന്നേറ്റ് നടക്കാൻ കഴിയും കുഞ്ഞുങ്ങളെ തന്നതിനോർത്ത് നമ്മൾ സ്തോത്രം ചെയ്യണം, സ്തുതിക്കണം. പക്ഷെ ഇന്ന് ദൈവം നമ്മൾ ചോദിക്കാതെ തന്ന ഒരു ഉപകാരങ്ങൾക്ക് നമ്മൾ നന്ദി പറയത്തില്ല. ദൈവം എന്തെങ്കിലും തരാതെ അതിനെല്ലാം ഇരുന്ന് പിറു കൊടുക്കും, പരാതി പറയും. കുഞ്ഞുങ്ങളൊക്കെ ഇത്രയും പ്രായമായിട്ട് അവർക്ക് എഴുന്നേറ്റ് നടക്കാനോ സംസാരിക്കാനോ കഴിയാതെ ട്യൂബിലൂടെ ഭക്ഷണം കൊടുക്കും, ട്യൂബിലൂടെ തന്നെ സകല കാര്യങ്ങൾ കൊടുക്കും. അതുങ്ങൾ സ്തോത്രം, യൂറിൻ പാനും മോഷൻ പാനും എല്ലാം ഓരോ കാര്യങ്ങൾ ഉപയോഗിച്ച് അവര് എന്നിട്ടും പേരൻസ് അവരെ ഇന്നും കൊണ്ടു നടന്ന് ചികിത്സിക്കുകയും അവരെ കൊണ്ടു നടക്കുകയും അവർക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഹൃദയത്തിലെ വേദന എത്രയാണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു ഊനവും ഇല്ലാത്തതിനെ നമുക്ക് തന്നത്. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ തൃപ്തരാണെന്ന് വെച്ചാൽ നമ്മുടെ വിചാരം നമ്മുടെ ഏതാണ്ട് കഴിവുകൊണ്ട്, നമ്മുടെ മിടുക്കുകൊണ്ട്, നമ്മുടെ സൗന്ദര്യം കൊണ്ടും, അല്ലെ നമ്മുടെ കഴിവ് എന്തൊക്കെയോ ആരോഗ്യം കൊണ്ടും ഒക്കെ നമുക്ക് ഇത്ര നല്ല കുഞ്ഞിനെ ലഭിച്ചു തന്നു. കർത്താവ് തന്ന ദാനമാണത്. ഹല്ലേലൂയ. എത്രയോ ക്വാളിഫൈഡ് ആയിട്ടുള്ള, എത്രയോ എഡ്യൂക്കേറ്റഡ് ആയിട്ട്, എത്രയോ സമ്പത്തുള്ളവർക്ക് മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ഹല്ലേലൂയ. അവർക്ക് ആരോഗ്യമില്ലാഞ്ഞിട്ടാണോ? സമ്പത്തില്ലാഞ്ഞിട്ടാണോ? കുടുംബ പാരമ്പര്യം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. പക്ഷെ ദൈവത്തിന്റെ ഹല്ലേലൂയ. പക്ഷെ ആ സ്ഥാനത്ത് ഒരു യോഗ്യതയും പറയാനില്ലാതിരുന്നിട്ടും നമുക്ക് തന്നതിന് ഓർത്ത് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഹാലേലിയ. ഇന്ന് നമ്മൾ ഈ രക്ഷയുടെ സന്തോഷം അറിയാനായിട്ട് കാരണമായത് ഹാലേലിയ നമ്മൾ കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ഹാലേലിയ സ്വന്തം ജീവൻ കൊടുത്തു എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കും. പക്ഷേ അതിനുശേഷം ഇങ്ങോട്ട് വന്ന് എത്രയോ പേര് ജീവൻ കൊടുത്തിട്ടാണ് ഇന്ന് നമ്മൾ ഈ രക്ഷ നമ്മുടെ ഉള്ളിലേക്ക് നമ്മളിലേക്ക് എത്തിയതെന്ന് നമ്മൾ ആലോചിച്ചിരുന്നു. നാളെ ഇനി എത്രയോ തലമുറകൾ എത്രയോ ആൾക്കാർ ഈ രക്ഷയിലേക്ക് വരാനുണ്ടെന്ന് ചിന്തിച്ചിരുന്നു. അവരെ കുറിച്ച് നമുക്കൊരു ഭാരമുണ്ടോ? ഇല്ല. നമ്മളെ കാരണം അവരൊക്കെ അവിടേക്കോ എന്തൊക്കെയോ എവിടെയൊക്കെയോ കിടക്കുന്നു എന്നുള്ള ചിന്തയാണ്. പക്ഷേ അങ്ങനെ ആലോചിക്കാതെ ജീവൻ കൊടുത്തവരുടെ ഹല്ലേലൂയ ആ ജീവന്റെ വിലയാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയാത്ത പോലെ, നമ്മൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, നമ്മളെ അറിയാത്ത എത്രയോ ആൾക്കാരുടെ ജീവന്റെ വിലയാണ് നമ്മളിലേക്ക് വന്ന രക്ഷ.
അല്ലെ, നമ്മളൊക്കെ വിചാരിക്കും ഇതൊക്കെ ഏതോ ഒരു ആകസ്മികമായിട്ടങ്ങ് സംഭവിച്ചു. ഒരിക്കലുമല്ല. ലോക സ്ഥാപനത്തിന് മൂലം നമുക്ക് മുമ്പ് ദൈവം നമ്മളെ കണ്ടവരാണ്, നമ്മളെ വിളിച്ചവരാണ്, നമ്മളെ വേർതിരിച്ച് നമ്മളെ തിരിച്ചറിഞ്ഞവരാണ്, നമ്മളെ ഓമനെ പേർ ചൊല്ലി വിളിച്ചതാണ്. അല്ലെ, ആ വിളിച്ച നമ്മുടെ വിളിക്ക് അനുസരിച്ച് നമ്മൾ വരാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ എവിടെയൊക്കെയോ ഹാലെ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ വിശുദ്ധന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ പള്ളികളിലെ എന്താ പറയാ കണ്ണാടി കൂട്ടി കൊണ്ടുവച്ചേക്കുന്ന ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് വേണ്ടി ഹാലയ പോരാടുന്നവർക്ക്, അധ്വാനിക്കുന്നവർ ഹാലെ അങ്ങനെ മൺമറഞ്ഞവരെയൊക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. ഹാലെ ഈ ഇപ്പൊ തന്നെ സമയം ഒരുപാട് മുമ്പോട്ട് പോയി, നമുക്ക് ഹാലെ പ്രാർത്ഥിക്കാനുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ബാക്കി ഭാഗം നമ്മൾ വരും ദിവസങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഹാലയിൽ അപ്പൊ നമ്മൾ എപ്പോഴും എന്തിനായിരിക്കണം? ഹാലെ വചനം. പൗലോസ് പറഞ്ഞു വീണ്ടും പോലെ വചനം ഹാലേലിയ ലഭിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ വചനം ലഭിക്കേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പൗലോസ് പറയാൻ കാരണം എന്താ വെച്ചാൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് വചനത്തിന്. വചനമാണ് നമ്മളെ മോൾഡ് ചെയ്യുന്ന, വചനമാണ് ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹാലയിൽ പത്രോസൻ ലേഖനത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ നിർമ്മതരായി ഉണർന്നിരിപ്പിന് ഹാലയിൽ അവിടെ ഒരിടത്ത് പറയാം. അതേപോലെ ഇന്ന് നമ്മൾ വായിച്ച വചന ഭാഗത്ത് പറഞ്ഞത് ഹാലേലിയ ആകെ മനസ്സുറപ്പിച്ച് നിർമ്മത യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ ഹാലേലി. അപ്പൊ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് പൂർണ്ണ പ്രത്യാശ വെച്ചു കൊള്ളാൻ വേണ്ടിയിട്ട് ഹാലേലിയ അവിടെയും നമ്മളെ അതിനുവേണ്ടി പ്രാപ്തരാക്കി മാറ്റുന്നത് ദൈവത്തിന്റെ വചനം തന്നെയാണ്. ദൈവം വിശുദ്ധനാക്കി നമ്മൾ വിശുദ്ധരാക്കി മാറ്റുന്നത്, നമ്മൾ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ഹാലേലി നമ്മൾ ഉറപ്പിച്ചു നിർത്തുന്ന ദൈവത്തിന്റെ വചനമാണ്. നമ്മൾ വിശ്വാസമുള്ളവരായിരിക്കുന്ന ദൈവത്തിന്റെ വചനത്താലാണ്. ഹാലേലി ഹാലി അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഹാലേലി നമ്മുടെ പ്രവാസകാലം ഭയത്തോടുകൂടി ഹാലിലെ ജീവിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് ആ വചനം നമുക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടി ആര് വചനം പറഞ്ഞാലും അവരുടെ വായിൽ ദൈവത്തിന്റെ വചനം ലഭിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ കണ്ട എസ്കേൽ പ്രവാചനത്തിൽ പറഞ്ഞ പ്രവാചകന്മാരെ വ്യാജ ദർശനം ചെയ്യുന്നതിനെ കുറിച്ച് ദൈവം മനസ്സിലാക്കിയതും ദൈവം അവർക്ക് വേണ്ടി ശിക്ഷാവിധി നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ആരും ഒരിക്കലും വ്യാജം പറയാൻ ഇടയാകല്. ദൈവം തരുന്നതല്ലാത്ത ഒന്നും പറയാം. അപ്പൊ ദൈവം തരുന്ന നമ്മൾ അറിയണമെങ്കിൽ ദൈവസന്നിധി ഇരിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, ആത്മാവിൽ ജാഗരിക്കണം. ഹാലേലിയ വചനം വായിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം. ഇതെല്ലാം ദൈവത്തിൽ നിന്ന് തന്നെ പ്രാപിച്ച് ജനത്തിന് കൊടുക്കാൻ. വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.